ആരംഭിക്കപ്പെടുന്ന PSC കോഴയുടെ ആദ്യ ഗഡുവായി വാങ്ങി 20 ലക്ഷം രൂപ മടക്കി നൽകി ഒത്തുതീർപ്പാക്കി പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചതിന് പിന്നാലെ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എല്ലാം മാധ്യമ സൃഷ്ടി എന്ന ടോണിലേക്ക് CPM നേതാക്കളുടെ പ്രതികരണം മാറുകയാണ്. CPM നേതാവായ പ്രമോദ് കോട്ടൂളിയോട് വിഷയത്തിൽ പാർട്ടി വിശദീകരണം തേടിയെങ്കിലും അത് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധത്തിന്റെ പേരിലാണ്. കോട്ടൂളി ഇന്നെത്തി ജില്ലാ കമ്മിറ്റി മുൻപാകെ എത്തി വിശദീകരണം നൽകി. തെളിവില്ലായ്മയുടെ ധൈര്യത്തിൽ നിരപരാധിത്വ പ്രഖ്യാപനവും നടത്തി. റിയൽ എസ്റ്റേറ്റ് മാഫിയ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു 10-20 കൊല്ലമായി ഈ നഗരത്തിലെ തെരുവിലുള്ള ആൾക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഓണത്തിനും വിഷുവിനൊക്കെ ഭക്ഷണം കൊടുത്ത് എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ആ ആൾക്കാരായിട്ട് ഞാൻ നല്ല സൗഹൃദമുണ്ട്. അവർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ ആ തെരുവിൽ കഴിയുന്ന കിടക്കാൻ അന്തി ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യന്മാർ റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അവരെ കൂടെ ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ നിങ്ങളൊരു കുറ്റം ചെയ്യണം അല്ലേ? ആ കുറ്റം ചെയ്യണമെങ്കിൽ അത് എന്ന്, എപ്പോൾ, എവിടെ വെച്ച്, ആര് ചെയ്ത് തെളിയിക്കപ്പെടണ്ടേ? പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ അടിത്തട്ട് വരെയും ധാർഷ്ട്യത്തെക്കുറിച്ച് പാർട്ടി തിരുത്തൽ ആലോചിക്കുന്ന സമയത്ത് കോഴിക്കോട് തന്നെ വിരട്ടി ശബ്ദരേഖയും അനുബന്ധ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ചില്ലറക്കാരനല്ല, കുന്നമംഗലം ഏരിയ സെക്രട്ടറി P. ഷൈബുവാണ് പാർട്ടി അനുഭാവികളെ തെറിവിളിക്കുന്നത്. അയ്യേ സോനിയാസ് എഴുതുന്ന കുറച്ചാൾ നിർത്തിക്കാൾ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മര്യാദക്ക് സോനിയാസ് എഴുതിക്കുന്ന നിർത്തിയില്ലല്ലോ, കണ്ണ് അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ. ഏത് പാർട്ടി ഓഫീസിൽ നാളെ പൈസ ഉണ്ടായത്? പണിയെടുക്കുക മര്യാദക്ക് പോസ്റ്റ് വിളിച്ചാൽ അല്ലെ സ്റ്റേഷനിൽ ഈ സമാധാനം പറയേണ്ടി വരും. അയ്യോ പേപ്പറിൽ വന്നോക്കെ ശരിയാവണോ? പേപ്പറിൽ വന്നോക്കെ ശരിയാവില്ല. സ്ഥിരം ഉണ്ടാവുന്ന പണിയെടുക്കരുത്. മര്യാദക്ക് പോസ്റ്റ് വിളിച്ചോ, അല്ല വന്നിട്ട് അടിച്ച് പണിയായിട്ട് തരൂ. എന്തായിക്കോ എന്ത് ചെറുതും ചെയ്യാ പാർട്ടിക്കെതിരെ? മര്യാദക്ക് പോസ്റ്റ് വിളിച്ചില്ലാലും അവിടെ വന്ന് ഞാൻ അടിക്കൂ. ഞാൻ ആരാന്ന് എനിക്കെന്നാലും അറിയാം. ഒന്നുമില്ല, ഒരു പേടിയില്ല, അവിടെ തീരും. നിങ്ങൾക്കല്ലേ തോന്നുന്നു എന്നെ കൊല്ലാന്ന്, അന്ന് നിങ്ങളും തീരും. അതിലപ്പുറമൊന്നും സംഭവിക്കില്ല. കൊല്ലാൻ 52 വട്ടല്ലേ ഏവനെയും കൊല്ലും. ആനക്കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ധാർഷ്ട്യവും പരനാറി പ്രയോഗവും പോലെയുള്ള ചുരുങ്ങിയ പക്ഷം പാർട്ടി അനുഭാവികൾക്ക് നേരെയെങ്കിലും പ്രയോഗിക്കരുത് എന്നൊരു വാട്സാപ്പ് പോസ്റ്റിന്റെ പേരിലാണ് 70 കഴിഞ്ഞൊരു മുൻ പാർട്ടി അംഗം ബാലകൃഷ്ണനെതിരെ, വയോധികനെതിരെയും മറ്റു അനുഭാവിക്കെതിരെയും ഏരിയ ഏമാന്റെ കടുത്ത വിരട്ട്. കോഴിക്കോട്ടെ PSC കോഴയ്ക്ക് പിന്നാലെ വരുന്ന വാർത്ത CPI കൂടി പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിനായി മണ്ഡലം സെക്രട്ടറിമാർ കോഴ വാങ്ങുന്നു എന്നാണ് പരാതി. പരാതികൾ ആവർത്തിക്കുമ്പോൾ ഈ പറയുന്ന തിരുത്തൽ നിർദ്ദേശങ്ങൾ, റിവ്യൂ റിപ്പോർട്ടുകൾ വെറും പേപ്പറിൽ ഒതുങ്ങലാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാജു പി നായർ. ശ്രീ രാജു പി നായർ, ഈ പറയുന്ന പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി ഉണ്ടാകും. ഒരുപക്ഷെ പ്രാഥമിക അംഗത്വം നിലനിർത്തി ബാക്കി ഏരിയ ചുമതല, CATU ചുമതല ഒക്കെ മാറ്റി നിർത്തും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാകുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന സ്ഥിരം പറയുന്ന ക്ലീഷേ എന്താണ്, പാർട്ടി സഖാവിന് അനബലഷണീയമായ രീതിയിൽ പ്രവർത്തിച്ചു, ജീവിച്ചു, ആഡംബര ജീവിതം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബന്ധം എന്നൊക്കെ പറഞ്ഞാവും. അവിടെ ഈ കോഴ ഉണ്ടാവില്ല. കോഴയെക്കുറിച്ചുള്ള പരാതിയില്ല, കോഴയെക്കുറിച്ചുള്ള പരാതിക്കാരില്ല, 22 ലക്ഷം രൂപയില്ല, പാർട്ടിയിൽ പരാതിയില്ല, എവിടെയില്ല, ആരെന്തു പറഞ്ഞു, എവിടെ പറഞ്ഞു, എല്ലാം മാധ്യമ സൃഷ്ടി. അന്തരീക്ഷത്തിൽ ആവി ആ പരാതി. രാജു പി നായർ. അതാണല്ലോ നമ്മളിത് പ്രതീക്ഷിച്ചാണോ? ഇതിനപ്പുറം എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് CPM കാലത്ത് പ്രതീക്ഷിച്ചിരുന്നോ? 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒരു പരാതി ലഭിച്ചിട്ട് ആ പരാതി പാർട്ടിക്കകത്ത് പല ഘടകങ്ങളിൽ ചർച്ച ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് ഒരു നടപടിയും എടുക്കാതെ, അതിന് കുറ്റക്കാരായിട്ടുള്ളവർ നടപടിയെടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന സമീപനമെടുത്ത് അവസാനം വാർത്ത പുറത്തു വന്നപ്പോൾ ആ പ്രശ്നം ഇപ്പം കൊടുത്തതും കുറ്റമാണ്, മേടിക്കുന്നതും കുറ്റമാണല്ലോ. അപ്പം അത്തരത്തിൽ കൊടുക്കുന്ന കുറ്റത്തിന് പ്രതിയാവാതിരിക്കാൻ വേണ്ടി പൈസ കിട്ടിയാൽ എനിക്ക് പരാതിയില്ല എന്ന് ഈ പൈസ കൊടുത്ത ആളും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു തന്നേക്കാമെന്നുള്ള പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. ഇത് എവിടെ ഇത് ഒന്നല്ലല്ലോ ഭാഷ്മി. ഇതിനു മുമ്പ് NCPയെ സംബന്ധിച്ച് ഇത് തന്നെയല്ലായിരുന്നു ആരോപണം. JDSനെ സംബന്ധിച്ച് ഇത് തന്നെ ആരോപണം ഉണ്ടായില്ലേ? INLന്റെ ആരോപണം. JDS ഇപ്പോഴും അത് കൊടുത്തിട്ടില്ല, ഇപ്പോഴും ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ പലതവണ PSCയുടെ നിയമനത്തെ സംബന്ധിച്ച് ആരോപണമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ ഈ ആരോപണ വിധേയരായിട്ടുള്ളവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല, ഒരു കേസും രജിസ്റ്റർ ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ സംസ്ഥാനത്തെ മുഴുവൻ നിയമനങ്ങളും ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഈ കട കാലിയാക്കൽ കച്ചവടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1.5 വർഷം കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അവര് ഈ വർഗീയതയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് അല്പം വോട്ട് കൂടി കൊടുത്താൽ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കച്ചവടമൊക്കെ നടത്തിയത് അല്ല രാജു പി നായർ, ഇവിടെ ഇതിപ്പം കാര്യങ്ങൾ മൂർത്തമായി ഇപ്പോൾ ഒരു പരാതിയിലേക്ക് പോകണമെങ്കിൽ, പോലീസ് അന്വേഷണത്തിലേക്ക് പോകണമെങ്കിൽ കാര്യങ്ങൾ തെളിവായ കാര്യങ്ങൾ മുന്നിൽ ഉണ്ടാവണ്ടേ? ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. യൂത്ത് കോൺഗ്രസ് പോലീസിലേക്ക് പരാതിയായി പോയി. ആര് പരാതി കൊടുക്കാനാണ്? ഈ പറയുന്ന ആയുർവേദ ഡോക്ടറും ഭർത്താവും പരാതിയുമായിട്ട് പോകുന്നതാണ്. ഞാൻ കോഴ കൊടുത്തു, എനിക്ക് അധാർമിക വഴിയിൽ ഈ പണി കിട്ടിയില്ല, ഈ PSC അംഗത്വം കിട്ടി, അല്ലെങ്കിൽ ആയുഷ് വകുപ്പിൽ എന്താണ് ഈ പറഞ്ഞ പദവി കിട്ടിയില്ല എന്ന് അവർ പോകുമെന്ന് കരുതണോ? അല്ലെങ്കിൽ പരാതിയുണ്ട്, അത് PSC അംഗത്വം വാഗ്ദാനം ചെയ്താണ് എന്ന് പാർട്ടി സമ്മതിക്കുമെന്ന് കരുതണോ? ഒന്നും സംഭവിക്കില്ല രാജു പി നായർ, പ്രതിപക്ഷം പറയാമെന്നല്ലാതെ. തന്നെയാണല്ലോ ഹാഷ്മി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ. കോഴ കൊടുക്കുന്നതും മേടിക്കുന്നതും കുറ്റമായിട്ട് നിൽക്കുമ്പോൾ ഇതിനകത്ത് ആരും പരാതിക്കാരുണ്ടാവില്ല. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തത് എന്തിനാ? ഒരു സർക്കാരിനെ സംബന്ധിച്ച്, ആ സർക്കാരിലൊരു മന്ത്രിയെ സംബന്ധിച്ച് അവരുടെ പേരുപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ള വാർത്ത കൃത്യമായിട്ട് ആരാണ് കൊടുത്തതെന്നും ആരാണ് മേടിച്ചതെന്നും എന്നാണ് കൊടുത്തതെന്നും എന്തിനാണ് മേടിച്ചതെന്നും അത് കൊടുത്ത ഓഫറുകൾ എന്തൊക്കെയായിരുന്നു ഉൾപ്പെടെ ഉള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും തന്റെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ പേരുപയോഗിച്ചുകൊണ്ട്, മന്ത്രിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടക്കുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്ന് സത്യസന്ധതയും മടിയിൽ കരവുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിക്ക് തോന്നാത്തത് കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് പരാതി കൊടുക്കേണ്ടി വന്നത്. യൂത്ത് കോൺഗ്രസ് പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെയല്ലേ പോലീസ് ആരാണോ പൈസ കൊടുത്തത് അവരുടെ മൊഴിയെടുക്കാൻ ചൊല്ലും. അവർ കോഴ കൊടുത്തു എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവർക്കെതിരെയും കേസായിട്ട് മാറും. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? എനിക്ക് പൈസ കിട്ടിയാൽ മതി, എനിക്ക് യാതൊരു പരാതിയില്ല. അതല്ല, നമ്മുടെ പോലീസ് സ്റ്റേഷനുകളൊക്കെ പലപ്പോഴും സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒത്തുതീർക്കുന്ന ഇങ്ങനെയല്ലേ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, കിട്ടിയ അടിവേലും ഞാൻ വേണേ മറന്നോളാം, എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതേ രീതിയിൽ ഇത് സെറ്റിൽ ചെയ്തു. ഇവർക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ പരാതി? അവർ കൊടുത്ത പണം അവർക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം മറ്റൊരു പരാതിയില്ല. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1.5 മാസത്തിനുമേൽ ഈ സർക്കാരിനും PSCക്കും കളങ്കമുണ്ടാക്കിയ ആരോപണത്തിൽ പോലും യാതൊരു സത്യസന്ധതയും സുതാര്യതയും കാണിക്കാതെ ആ തട്ടിപ്പുകാർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന സമീപനം പിണറായി വിജയൻ എടുക്കുന്നത് കൊണ്ടാണ് NCP ഉൾപ്പെടെ JDS ഉൾപ്പെടെ എന്തിന് INL ഉൾപ്പെടെ ഈ PSC നിയമനങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ PSCയുടെ എന്താ പറയുക വിശ്വാസ്യത തകർക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ. ആരാ തകർക്കുന്നത്? തകർക്കുന്നത് ഇവര് തന്നെയാണ്. PSCക്ക് വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം വന്നപ്പോൾ ആ ആരോപണത്തിന് മുഖ്യമന്ത്രി കേസെടുക്കണമായിരുന്നു, പോലീസ് കേസെടുക്കണമായിരുന്നു. സർക്കാരിനെതിരെ സർക്കാരിന്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയാൽ എടുക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഹാഷ്മിയുടെ 1 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളത് വാർത്ത പുറത്തു വന്നാൽ അപ്പൊ തന്നെ കേസെടുക്കില്ലേ? എനിക്കെതിരെ കേസെടുക്കുമല്ലോ. ആ കേസെടുക്കാനുള്ള അലംഭാവം ഇതിനകത്തുണ്ടായത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കേരളത്തിലെ കടകാലിയാക്കൽ വിൽപ്പനയുടെ ഭാഗമാണ്. അതിന് CPIയും കൂടി ഇപ്പൊ ചേർന്നിരിക്കുന്നു. ഇനി ആരെങ്കിലും ഒന്ന് ഇതിനെ വിമർശിച്ചാലോ, ഹാഷ്മി കാണിച്ച വീഡിയോയുടെ അവസ്ഥയാണ്. അപ്പൊ കേറി കയ്യും കാലും തല്ലുപിടിക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ CPM അതിന്റെ തെറ്റുതിരുത്തൽ പാതയിലാണ്. ഇവിടെ പരാതി ഉണ്ടെന്നും അന്വേഷിക്കുമെന്നൊക്കെ പറഞ്ഞ MP ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലേറ്റ് നേരെ തിരിക്കുകയാണ്. എല്ലാ മാധ്യമ സൃഷ്ടിയെന്ന് മോഹൻ മാസ്റ്ററൊക്കെ പറയുന്നത് റിയാസിനെ, പാർട്ടിയെ, സർക്കാരിനെ കരുവാരിത്തേക്കാനുള്ള ഒരുപറ്റ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് മോഹൻ മാസ്റ്റർ അടക്കം പറയുകയാണ്. എന്തായാലും കോട്ടൂളിയെ പുറത്താക്കുമെന്ന് പറയുന്നു. എന്തായാലും അതിന്റെ ആ പരാതിയുടെ കാതൽ പുറത്തേക്ക് വരാതിരിക്കാൻ കോട്ടൂളിയെ ഈ ചിറകിനടിയിലേക്ക് ഒതുക്കി പിടിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഉണ്ടല്ലോ, കുന്നമംഗലം ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ വിരട്ടുന്നതാണ്. എന്താണ് നിനക്കെതിരെ അടിക്കും? 71 വയസ്സ് കഴിഞ്ഞ ഒരു സഖാവാണ്. അടിയന്തരാവസ്ഥക്കാലം മുതൽ പാർട്ടി അംഗമായിരുന്ന, ട്രേഡ് യൂണിയന്റെ കേസുകൾ ഇപ്പോഴും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടന്ന ഒരു പാവം സഖാവാണ്. പാർട്ടിയിലെ ഇത്തരം പ്രവണതകൾ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്തു. അയാളെ പുറത്താക്കി കയറി വെട്ടും, അല്ലെങ്കിൽ അടിക്കും, അല്ലെ തെറിവിളി, തെറിവിളി. നിങ്ങളിത് എവിടെ തിരുത്തുന്നതാണ് ശ്രീ BN ഭാസ്കർ? എവിടെയാണ് നിങ്ങൾ തിരുത്തുന്നത്? ഹാഷ്മി, കമ്മ്യൂണിസ്റ്റുകൾക്കൊരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് അംഗമോ എന്തിനേറെ
തിരിച്ചു വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവർത്തനത്തിന് വന്നിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ പാർട്ടിയാണ് CPM. പക്ഷെ എന്തു സംഭവിക്കുന്നു എന്നുള്ളത്, സമൂഹത്തിലെ എല്ലാ പുഴുക്കുത്തുകളും ആ പുഴുക്കുത്തുകൾ പാർട്ടിക്കുള്ളിലേക്കും കടന്നുകൊടുത്തു. സാമ്പത്തിക അഭിനിവേശത്തോടു കൂടി പാർട്ടിക്കുള്ളിലേക്ക് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവ നേതാവ് SFIയിലൂടെയും DYFIയിലൂടെയും കടന്നു വന്ന് ഈ സാമ്പത്തിക അഭിനിവേശത്തിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെ അത്തരം ആളുകളെ കണ്ടെത്തുന്നതിനും പാർട്ടിയെ ശുദ്ധീകരിക്കുന്നതിനും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഭിനിവേശം ഉണ്ടാകുന്ന പ്രവണതകൾ ഉണ്ട് എങ്കിൽ അത് തിരുത്താൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അല്ല ശ്രീ അസ്കർ, ഇത് ഇവിടെ MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് നൽകുന്ന വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യം ഇതേ മട്ടിൽ തന്നെ പറയുന്നു. പാർട്ടി സഖാക്കളിൽ ചിലർക്ക് പണത്തോട് ആർത്തി ഉണ്ടാവുന്നു, പാർട്ടിയിലേക്ക് വന്നാൽ ചുരുങ്ങിയ നാളുകൊണ്ട് വലിയ കാശുണ്ടാക്കാം എന്ന അവസ്ഥ ഉണ്ടാകുന്നു. തെറ്റാണെന്ന് പറയുന്നു. പാർട്ടിയുടെ ഒരു തുണ്ട് അത്തരത്തിൽ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ദല്ലാളുമായി നിന്നുകൊണ്ട് പാർട്ടിയെ വിറ്റു ജീവിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഈ പ്രമോദ് കോട്ടുള്ളിയെങ്കിൽ, കോട്ടുള്ളി മാത്രമാണെങ്കിൽ ആ കോട്ടുള്ളിയെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ എന്താണെന്നേ പാർട്ടിക്ക് മടി? എന്തിനാണ് ചേർത്ത് പിടിക്കുന്നത് ഇപ്പോഴും? അങ്ങനെയല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഉയർത്തുന്ന PSCയുടെ കോഴ വിവാദത്തെ സംബന്ധിച്ച്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അംഗത്വത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും എങ്ങനെയൊക്കെയാണ് പാർട്ടിയിൽ PSC അംഗങ്ങളെ നിയമിക്കുന്നതെന്നും കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവും. 82-ൽ 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് UDF ഭരണകാലത്താണ് ഈ അംഗത്വം കൂട്ടി ഇപ്പോൾ 22 അംഗമായി നിലനിൽക്കുന്നത്. അന്നത്തെ UDF നേതാക്കന്മാരുടെ പലരുടെയും പേരുകൾ ഇത്തരം കോഴ ആരോപണങ്ങളിൽ കേട്ടിരുന്നു, മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സജീവമല്ലാതിരുന്നത് കൊണ്ട് അതിപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പ്രിന്റ് മീഡിയകളിൽ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയും ആ സ്വഭാവവും മനസ്സിലാക്കിക്കൊണ്ട് CPM-നെ വിമർശിക്കുകയും CPM-ന്റെ നേരെ ഇത്തരം ആരോപണങ്ങൾ വിരൽ ഇവിടെ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി. ഇവിടെ പ്രമോദ് കോട്ടുള്ളിക്ക് കൂട്ടുകാരുണ്ടോ എന്നത് മാത്രമേ അവ്യക്തമായുള്ളൂ. പ്രമോദ് കോട്ടുള്ളി ഇത്തരത്തിൽ പണം വാങ്ങിയെന്നും ഒരു പരാതി ഉണ്ടെന്നും ആ പരാതി സ്വയംഭൂവായി അങ്ങ് മോഹൻ മാസ്റ്റർ പറയുന്ന പോലെ മാധ്യമ സൃഷ്ടി അല്ലെന്നും നാട്ടുകാർക്ക് മനസ്സിലായി, പാർട്ടിക്ക് കൃത്യമായി മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ആദ്യ ദിവസമോ നിരാകരിക്കാതിരിക്കുകയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യ ദിവസമോ നിരാകരിക്കാതിരിക്കുകയും അന്വേഷണം നടക്കുമെന്ന് പറയുകയും രണ്ടാം ദിവസമാകുമ്പോഴേക്കും MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ശബ്ദം മാറുകയും ചെയ്യുന്നത്. ശ്രീ BN അസ്കർ, എൻ്റെ ചോദ്യം, ഈ പ്രമോദ് കോട്ടുള്ളിയെ അയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കാൻ CPM-ന്റെ മടി എന്താണ് എന്നാണ് ചോദ്യം. അങ്ങനെ മടിക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നല്ലേ പൊതുസമൂഹം സംശയിക്കൂ? ശ്രീ BN അസ്കർ. ഹാഷ്മി, ഒരു പരാതിയില്ല, ആ പരാതിക്കാരില്ല. പരാതിക്കാർക്ക് പോലും ഇല്ലാത്ത പരാതിയിൽ അന്വേഷണം നടത്താൻ കഴിയുമോ? നിങ്ങളുടെ മുന്നിൽ തെളിവുകളുമില്ല. പൊതുമധ്യത്തിലേക്ക് നിങ്ങളിങ്ങനെ വിഷം തുപ്പുന്നു എന്നുള്ളതിനപ്പുറം യാതൊരു പരാതിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ എന്താ, ശ്രീ രാജു പി നായർ കോഴിക്കോട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തതുപോലെയാണ് കോഴിക്കോടുള്ള ഘടകങ്ങളിൽ നടന്നിട്ടുള്ള കമ്മിറ്റികളിലെ ചർച്ചകളെ സംബന്ധിച്ച് ആധികാരികതയോടെ വിളമ്പുന്നത്. ഇങ്ങനെ വിളമ്പാൻ കഴിയുമോ? CPM-നുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ അതൊക്കെ പുറത്തു വരുന്നുവെന്നും അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് കോട്ടൂളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് കോട്ടൂളി ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്? എന്തിനാണ് കോട്ടൂളിക്ക് ഒരു നോട്ടീസ് നൽകിയത്? എന്തിനാണ് കോട്ടൂളി വിസ്തീർണം നൽകിയത്? അസ്കർ, തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. തെറ്റായ പ്രവണതയെ വെച്ചുപൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദനാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വേണമെങ്കിൽ കേൾപ്പിക്കാം ആദ്യ ദിവസം. പിന്നീടാണ് അദ്ദേഹത്തിന് മാധ്യമ സൃഷ്ടിയായത്. സാർ, ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി നേതാക്കളുടെ ശബ്ദത്തിൽ മൊത്തം മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ആരെ കാക്കാനാണ്? ആരെ കാത്തു സൂക്ഷിക്കാനാണ്? ശ്രീ BN അസ്കർ. അല്ല, നിങ്ങൾ മാധ്യമങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം കൃത്യമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നടത്തുന്ന നറേറ്റീവ്. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നറേറ്റീവ്. ആ നറേറ്റീവാണല്ലോ നിങ്ങളുടെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകളായി ഇത്തരം ആരോപണങ്ങൾക്ക് ആയുസില്ലാതെ ഈയാമ്പറ്റകളായി മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ നടപടി സ്വീകരിച്ചു. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീപീഡനം അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പാർട്ടിയുടെ സെറ്റപ്പ് ഉണ്ട്, പാർട്ടി കോടതിയുണ്ട്, അതിൽ പരിഹരിച്ച് പ്രശ്നം പരിഹരിച്ചു. അത് നിങ്ങൾക്ക് സമാധാനിക്കാം. പക്ഷേ അതിന് പുറത്തുള്ള ഒരു പൊതുസമൂഹം നിങ്ങളെ പരിഹാസപൂർവ്വം നോക്കുന്നുണ്ട്.
അതുകൂടിയാണ് സാർ ആ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ട് എന്ന രീതിയിൽ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ശ്രീ BN ഭാസ്കർ, നിങ്ങൾക്ക് CPM-നെയും CPM-ന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും പരിഹസിക്കണമെന്ന രാഷ്ട്രീയ അജണ്ടയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അതാണ് വലതുപക്ഷ രാഷ്ട്രീയ അജണ്ട. ആ വലതുപക്ഷ രാഷ്ട്രീയ അജണ്ടയുമായിട്ട് നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ പരിഹാസത്തിലേക്ക് നിങ്ങൾക്ക് പറയേണ്ടി വരും. പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന്, കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് CPM-ന്റെ പ്രവർത്തകർക്കും അണികൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ശ്രമം വ്രതാവിലായിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ഒരു പരാതിക്കാരെ പോലും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരുന്നത്. ഭാവനാ സൃഷ്ടിയിൽ നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ, ആ വാർത്തകളും വസ്തുതകൾക്ക് അപ്പുറം നിങ്ങൾ അത് വിശകലനം ചെയ്ത് നിങ്ങളുടെ സമയം ദമ്പതികളെ തേടി പോലീസ് പോകുന്നത് എങ്ങനെയാണ്? യാഥാർത്ഥ്യബോധത്തോടുകൂടി മൊഴിയെടുക്കുന്നത് എങ്ങനെയാണ്? സ്പെഷ്യൽ ബ്രാഞ്ച് പോകുന്നത് എങ്ങനെയാണ്? അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു അങ്ങനെയല്ല, ഇത് എല്ലാം ഭാവനാ സൃഷ്ടിയാണ്, എല്ലാം മായാ സൃഷ്ടിയാണെന്ന പാർട്ടി കമ്മ്യൂണിറ്റി പോലെ പറയല്ലേ ശ്രീ BN ഭാസ്കർ? ജനത്തിന് കാര്യം മനസ്സിലാവുന്നില്ലേ? സെക്രട്ടറിയുടേതായിട്ടുള്ള അങ്ങനല്ല, ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു എന്ന് നിങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തിയ പോരല്ലോ ഹാഷ്മി. അത് കൃത്യമായി ബോധ്യപ്പെടുന്നു എന്നുള്ളത് കൂടി അത് ജനങ്ങളുടെ പൾസ് അറിയുന്ന പാർട്ടിക്കും അറിയാന്നേ. അതുകൊണ്ടാണല്ലോ പാർട്ടി തിരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പൾസ് പാർട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അത് തിരുത്തും. അതിൽ നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക അഭിനിവേശം അടക്കമുള്ള വിരോധാഭാസമായിട്ടുള്ള പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരുത്തുന്നതിന് ഈ പാർട്ടി തയ്യാറാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂതകാലത്തെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഇപ്പോൾ അംബാസഡറും പ്രീമിയർ പത്നിയിലും പഴയ സൈക്കിളിലും കറങ്ങി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തണം, പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തണമെന്ന ഒരു റൊമാൻറ്റിക് കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ നമുക്ക് വെക്കാനാവില്ല. ഇല്ല, പക്ഷേ റിയൽ എസ്റ്റേറ്റ് മാഫിയോടും സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തോടും ചേർന്ന് പണം ഉണ്ടാക്കണം എന്നും പറയാൻ കഴിയില്ല ശ്രീ ഭാസ്കർ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പൊ ബൂർഷ, പെറ്റി ബൂർഷ, ക്രോണിക് ക്യാപിറ്റലിസം എന്നീ CPM നേതാക്കൾ പ്രസാദ് MV ഒന്നും കൂടെ പറയുന്നതാണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞ് കേൾക്കാറില്ല. CR നീലകണ്ഠൻ, അവിടെ കുന്നമംഗലത്ത്, ഞാൻ ആ വിഷയത്തിൽ ഒന്നുകൂടി വരാം. അവിടെ കുന്നമംഗലത്ത് ഏരിയ സെക്രട്ടറി, അവിടെ T ബാലകൃഷ്ണൻ എന്ന് പറയുന്ന 71 വയസ്സുള്ള വയോധികനായ ഒരു CPM-ന്റെ അംഗം അവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് പണം കളവ് പോയി എന്നൊക്കെ എന്തോ ആരോപണത്തിന്റെ പേരിൽ ആരോപണം, അതിലെ ചർച്ച, അതിന്റെ പേരിൽ വയോധികനായ 5 പൈസ പാർട്ടിയെ കൊണ്ട് നേട്ടമുണ്ടാക്കാത്ത ബാലകൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് അംഗത്വം പുതുക്കാതെ അദ്ദേഹത്തെ കറിവേപ്പില പോലൊരു വാക്ക് പോലും ചോദിക്കാതെ എടുത്ത് പുറത്തേക്കിടുന്നു. അതിൽ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ ഒരു വാട്സപ്പിൽ പാർട്ടി അംഗങ്ങൾ മാത്രമുള്ള വാട്സപ്പിൽ ഇങ്ങനെ ഇടുന്നു. സാധാരണ പ്രവർത്തകർക്ക് തോന്നും പാർട്ടി വിരുദ്ധതയാണെന്ന്. ഞങ്ങളുടെയൊക്കെ അഭിപ്രായം പള്ളിയിലെ അച്ഛനായാലും സുനിതാ ദേവദാസ് ആയാലും G സുധാകരനായാലും സാധാരണ മെമ്പർഷിപ്പ് ഇല്ലാത്ത പ്രവർത്തകരെ പറ്റി പറയുന്നത് ഒഴിവാക്കാവുന്ന നീചമായ വാക്കുകൾ ഒഴിവാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കുലംകുത്തി, നികൃഷ്ടജീവി, പരനാറി, എടാ ഗോപാലകൃഷ്ണ, ബുദ്ധിയില്ലാത്ത എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നേതൃപദവി അലങ്കരിക്കുന്നവർക്ക് യോജിച്ചതല്ല. പാർട്ടി ഓഫീസിൽ നിന്ന് ലക്ഷം രൂപ കളവ് പോയത് കിട്ടിയില്ല. കളവ് പോയി അരമണിക്കൂറിനകം മീറ്റിംഗ് ചേർന്നിട്ടും അത് കണ്ടുപിടിക്കാനായില്ല. ഈ വാർത്ത അവരിൽ നിന്ന് ചോർന്നതും അവരിൽ നിന്ന് ഒരു കക്ഷി അവരിൽ കൂടെ തന്നെ പുറത്തായി. ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ തമ്മിലുള്ള പ്രശ്നത്തിലാണ് അയാൾക്കെതിരെ നടപടി വന്നത് എന്നാണ് ബാലകൃഷ്ണൻ. അയാളുടെ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കി. അങ്ങനെയാണ് അയാൾ നിങ്ങൾ കൺമുന്നിൽ പാർട്ടി വിരുദ്ധനായത്. അല്ലാതെ 2 വാക്കിന്റെ പേരിൽ 50 വർഷത്തോളം ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന ഒരു വ്യക്തിയെ യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ, ഒരു വിശദീകരണം പോലും ചോദിക്കാതെ, ഒരു താക്കീത് പോലും കൊടുക്കാതെ, അതും ഒരു പാർട്ടി സമ്മേളനകാലത്ത് ചെയ്യാൻ പറ്റാത്തൊരു എന്ന് പറഞ്ഞാൽ അതിലെ ഈ മോഹനൻ എന്ന് പറയുന്ന ആളുടെ അമർഷം പാർട്ടി അംഗങ്ങൾ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ്. അതിനാണ് നമ്മൾ നേരത്തെ കേട്ട കുന്നമംഗലം ഏരിയ സെക്രട്ടറിയുടെ തെറിപ്രയോഗം, കയറി വെട്ടും അടിക്കും, കണ്ണടിച്ച് പൊട്ടിക്കും എന്നുള്ള ധാർഷ്ട്യം. ഇവിടെ കോഴ വാങ്ങി എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അത് സമ്മതിക്കാതെ അയാളെ ചേർത്ത് പിടിക്കൽ. CPI അവിടെ അവരുടെ ഉദ്യോഗസ്ഥ സ്ഥലമാറ്റങ്ങൾക്ക് കോഴ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു ലോക്കൽ സെക്രട്ടറി CPI സംസ്ഥാന സെക്രട്ടറി കത്തയക്കുന്നു. എവിടെയാണെന്ന് തിരുത്തൽ ശ്രീ CR നീലകണ്ഠൻ? അല്ല, ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ സഖാവ് MV ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സാമ്പത്തിക അഭിനിവേശം, ഇപ്പോൾ അക്സറും അത് അദ്ദേഹം പറഞ്ഞതാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നില്ല. സാമ്പത്തിക അഭിനിവേശം എന്നുള്ളത് കേവലമായ ഒരു ആലങ്കാരിക വാക്കല്ല. പണം നമുക്ക് വളരെ എളുപ്പം കിട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർ പോലും വേണമെന്നൊന്നും പറയണില്ല, പക്ഷേ പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് ചില കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. ആ കോഡ് ഓഫ് കോണ്ടാക്റ്റ് പാലിക്കുന്ന എത്ര പേർ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന ചോദ്യം എപ്പോഴെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചാൽ ആ ചോദ്യം പൊങ്ങി വരില്ല. കാരണം ഇപ്പോൾ പണത്തിൻ്റെ ഇടപാട് ഒരാൾ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ പ്രമോദ് കോട്ടൂളി ഒറ്റയ്ക്ക് ഈ കാശ് വാങ്ങിയതല്ല, ഉറപ്പാണ്. പ്രമോദ് കോട്ടൂളി മാത്രമല്ല, ഇപ്പോൾ കരുവന്നൂർ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്.
കരുവന്നൂരിൽ പാർട്ടിയുടെ അത്യുന്നത നേതാക്കന്മാർക്ക് വരെ 2016 മുതൽ ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് ഇന്ന് എല്ലാവർക്കും പ്രസിദ്ധ. ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടും ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് അവിടെ പോയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവിടെ സുരേഷ് ഗോപി ജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇരിങ്ങാലക്കുട പോലെയുള്ള ഒരു മണ്ഡലത്തിൽ നടന്ന ഇത്രയും വലിയ തട്ടിപ്പാണ്. ജനങ്ങൾക്ക് വെറുപ്പാണ്. അതിന് കാരണം പാർട്ടി നേതാക്കന്മാർ ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൽ ഒരാളെ പിടിച്ചാൽ ബാക്കി എല്ലാവരും പിടിക്കും. ഇത് ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയതല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, എപ്പോഴും ഈ തെളിവുണ്ടോ, കേസുണ്ടോ, പോലീസുണ്ടോ, തെളിവും പോലീസൊന്നും ഒരു കേസിലുണ്ടോ. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ട് ഏതാണ്ട് 60 കൊല്ലത്തോളമായി. എത്ര കേസുകൾ ഇന്ത്യയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? സ്ത്രീധനം ഇല്ലാതെ ഇന്ത്യയിൽ എത്ര വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. കാരണം സ്ത്രീധനം കൊടുക്കുന്നവനും വാങ്ങുന്നവനും അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ പല സ്ത്രീകൾ മരിക്കുകയോ 7 വർഷത്തിനകം കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടാൽ അതൊരു സ്ത്രീധന നിരോധന കേസാവും. അല്ലെങ്കിൽ അഡ്വക്കേറ്റായിട്ടുള്ള ഹക്സർക്ക് അറിയാം എത്ര കേസുകൾ ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. വരില്ല. അതിന് കാരണം കൊടുക്കുന്നവനും വാങ്ങുന്നവനും എഗ്രിമെൻ്റാണ്. കൊടുത്താലും കുറ്റമാണ്. ഇവിടെ ഈ പ്രശ്നം അതാണ്. കൈക്കൂലി കേസ് ഒരിക്കലും പുറത്തു വരില്ല അങ്ങനെയുള്ള കാര്യം. കാരണം പോലീസിനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ പരാതി കിട്ടിയില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ പരാതി കൊടുക്കുന്നു. ആര് പരാതി കൊടുത്താലും അന്വേഷിക്കണ്ടേ? പിന്നെ തെളിവുണ്ടാവുക എന്നുള്ളത്, തെളിവുണ്ടാക്കേണ്ടത് പോലീസിൻ്റെ ജോലിയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പാർട്ടി കോടതി ആയിക്കോട്ടെ, പാർട്ടി തിരുത്തും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ ചിരിയാണ് വരുന്നത്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് തിരുത്തലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് തിരുത്തൽ രേഖകളുണ്ട്, പ്ലീനം കൂടിയ രേഖയുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ വന്നിട്ടുള്ളത്. അല്ല സീറ, ഇത് ആ കാലത്തെ പോലെയല്ല. ഇത് പാർട്ടിക്ക് ജനവുമായുള്ള ജൈവബന്ധം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ താൽക്കാലികം ഉണ്ടാകുന്ന തിരിച്ചടി എന്നതല്ലല്ലോ ജൈവബന്ധം നഷ്ടമായി എന്ന് പറയുന്നത്. പാർട്ടിയുടെ അടിത്തറ പൊളിയുന്നു എന്ന് സമ്മതിക്കുകയല്ലേ ഏതാണ് CPM കേന്ദ്ര കമ്മിറ്റി, പ്രകാശ് കാരാട്ട്, തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ജീവൽ ബന്ധം നഷ്ടമായി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടി മുടിയുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ വിലയിരുത്തലുണ്ടാവുന്ന കാലത്തും ഇങ്ങനെ ചേർത്ത് പിടിച്ചാലോ? അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരുവന്നൂർ പറയാൻ കാരണം അവിടെ സുനിൽകുമാറിന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച ഒരു ഫാമിലിയിൽ കയറി ചെന്നപ്പോൾ അനുഭവമുണ്ട്. ഞങ്ങൾ സുനിൽകുമാറിനോട് വിരോധമല്ല, പക്ഷേ സുനിൽകുമാറിന് വോട്ട് ചെയ്താൽ കരുവന്നൂരിലെ തട്ടിപ്പ് ചെയ്ത നേതാക്കന്മാരൊക്കെ വോട്ട് ചെയ്യണ മാതിരിയാണ്. ആ നേതാക്കന്മാരാ വന്ന് വോട്ട് ചോദിക്കണം. ഞാൻ പേരൊന്നും പറയുന്നില്ല. അവരാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറും ഒക്കെ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾ പറയുന്നു. ഇത് നാളെ കോട്ടുവിളിയിലെ ജനങ്ങളും പറയും. ഇപ്പോൾ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ. അവിടെയുള്ള ഇപ്പോൾ വർഗീസ് അടക്കം അല്ലെങ്കിൽ മറ്റേ PK ബിജു പലരുടെ പേരും പറയുന്നില്ല, AC മൊയ്തീനൊക്കെ പറയുന്നുണ്ടല്ലോ. ആരും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പാർട്ടിയിൽ നിന്ന് ഒരു നടപടി പോലും നേരിട്ടിട്ടില്ല. ഒരു നടപടി പോലും. പാർട്ടി തിരുത്തുമെന്നാണ് പറയണേ. എവിടെ തിരുത്താൻ പറ്റില്ല. തിരുത്തിയാൽ ഇതാകെ കീഴ്മേൽ മറയും. കാരണം ഒരാളെ തൊട്ടാൽ അയാൾ മറ്റയാളുടെ പേര് പറയും. ഇത് കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ട് തിരുത്തുക എന്നത്, തിരുത്തിയാൽ പാർട്ടിയുടെ വലിയൊരു സംഘടനാ രീതിയിൽ തന്നെ മാറ്റം വരേണ്ടി വരും. അങ്ങനെ തൊടാൻ ആരാ തയ്യാറാവുക? അങ്ങനെ തയ്യാറായാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തോട് പോലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വന്ന ആരോപണത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ച ഒരു രീതിയുണ്ട്. ആ രീതി തന്നെയാണ് താഴെ ഉണ്ടാവുക. എന്നെ പിടിക്കില്ല, പിന്നെന്താ കുഴപ്പം? കേസ് വരില്ലല്ലോ. ഇപ്പം അവിടെയാണ് ഇപ്പോൾ സ്ത്രീപീഡന കേസായാലും സ്ത്രീധന നിരോധന കേസായാലും അഴിമതി കേസായാലും തെളിയിക്കപ്പെടാതെ പോകുന്നത് കൂട്ട് കച്ചവടമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ്റെ അനുഭവമായിരിക്കും ഉണ്ടാവുക. ധാർഷ്ട്യം മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ ധാർഷ്ട്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ തെറ്റുകാരനാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ദേഷ്യം വരുന്നത്. ചോദ്യം ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്നത് ഞാൻ തെറ്റുകാരനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്കൊരു ദേഷ്യം വരില്ല. കാരണം എന്താ പ്രശ്നം? മടിയിൽ കനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മടിയിൽ കനമുണ്ട് എന്ന് മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നു. അവിടെയാണ് പ്രശ്നം. ശരി, ഞാനെത്താം ശ്രീജിത് പണിക്കർ. ഇവിടെ പാർട്ടി സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന്, അങ്ങനെ പരാതി ഉണ്ടെന്നും അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് നടന്നുവെന്നും ആ പണം തിരികെ കൊടുത്തുവെന്നും പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും പാർട്ടി സമ്മതിക്കില്ല അത്. പക്ഷേ പ്രമോദ് കോട്ടിലൂടെ സ്ഥാനം എന്തായാലും പാർട്ടിക്ക് പുറത്താണ്. അത് മറ്റന്നാളോ അത് കഴിഞ്ഞൊരു ദിവസമോ ആ വാർത്ത ഉറപ്പായും വരാനിരിക്കുന്നു. അപ്പം സമ്മതിക്കുന്നില്ലെങ്കിലും ഒരു തിരുത്തൽ നടപടി ഇല്ല എന്ന് പറയാൻ പറ്റുമോ ശ്രീജിത് പണിക്കർ? അല്ല ശ്രീ ഹാഷ്മി, CPM-ന്റെ ഇത്തവണത്തെ കനത്ത തോൽവിക്ക് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒറ്റ വാക്ക് തിരുത്തൽ അല്ലെങ്കിൽ ശൈലിമാറ്റം എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു ഈ വിഷയം ഉണ്ടായത് എന്ന് കരുതുക. അന്ന് CPM ഈ വിഷയത്തിനെ എങ്ങനെ നേരിടുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നേരിടുന്ന രീതി ഏതാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുമുണ്ട്. ഇപ്പോൾ നേരിടുന്ന രീതി തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തിരിച്ചടി കിട്ടുന്നതിന് മുമ്പ് സമാനമായിട്ടുള്ള ഒരു വിഷയത്തിൽ അവരതിനെ ഏത് രീതിയിൽ നേരിടുമായിരുന്നോ
അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അല്പമെങ്കിലും വ്യത്യസ്തമാണോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നല്ലൊരു ഉദാഹരണം ഇതിനോടകം തന്നെ പറഞ്ഞു, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അതിലുണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ എന്തൊക്കെയാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. പക്ഷെ പാർട്ടിക്ക് ബോധ്യമില്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും അതിൽ തിരുത്തലുകളില്ല, ശൈലീമാറ്റമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മറ്റുള്ളത് കുറേയധികം കാര്യങ്ങൾ തിരുത്തണം, അത് പാർട്ടി തിരുത്തണം, സർക്കാർ തിരുത്തണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലും തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു ഇങ്ങനെ ഒരു വിഷയത്തിൽ അത് തന്നെ തുടരുകയാണ്. എന്ന് വെച്ചാൽ അതിൽ ശൈലീമാറ്റം ഇല്ല എന്ന് തന്നെയാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണ വൈകല്യം അല്ലെങ്കിൽ ഒരു ഭരണ വൈകൃതം എന്ന രീതിയിലത്തേക്ക് മാത്രമാണ് ഇതിനെ. കാരണം നിയമനത്തിനാണെങ്കിലും സ്ഥലം മാറ്റത്തിനായാലും ഇതെല്ലാം തന്നെ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ തീരുമാനങ്ങളാകേണ്ടതാണ്. അതിലൊക്കെ തന്നെ പാർട്ടി തീരുമാനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പാർട്ടി തീരുമാനങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള അഭിപ്രായവുമില്ല. പക്ഷേ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അതാത് വകുപ്പുകളെ സ്വാധീനിക്കാനായിട്ട് പാർട്ടിക്കാർക്ക് കഴിയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇവർ ചാർജ് ചെയ്യുന്ന തുക എത്രയാണ് എന്ന് പുറത്തു വന്നതിന് ശേഷവും ഈ പാർട്ടികൾ സ്വീകരിക്കുന്ന അവരുടെ നിസ്സംഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷമാണെങ്കിലും 22 ലക്ഷമാണെങ്കിലും അത് തിരിച്ചു കൊടുത്തിട്ട് അത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെയാണ് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്ന പാർട്ടി നേതൃത്വം. ഒരാളിന് നേരെ ഒരു ശക്തമായിട്ടുള്ള ആരോപണം വരുന്നു. ആ ആരോപണത്തിന് മേൽ നമ്മുടെ നാട്ടിലുള്ള ഒരു യുവജന പ്രസ്ഥാനം കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷം അയാളോട് പാർട്ടി വിശദീകരണം ചോദിക്കുന്ന സമയത്ത് പോലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. അല്ലാതെ ഈ വിഷയം അതിലെങ്ങും തന്നെ കടന്നു വരുന്നതേ ഇല്ല. അപ്പോൾ അവിടെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ പരാതി അവിടെ ഉണ്ട് എന്നതിനെ മുൻനിർത്തി വേണമെങ്കിൽ ഇത് വിശദീകരണം ചോദിക്കാമല്ലോ. ഇപ്പൊ താങ്കൾ പറഞ്ഞു 1 അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് ഈ പ്രമോദിനെതിരെ ഒരു നടപടി നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്തിന്റെ പേരിലായിരിക്കും ഉണ്ടാവുക? റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന്റെ പേരിലോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇടപെടലിന്റെ പേരിലോ പാർട്ടിയോട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ആത്മാർത്ഥത കുറവുണ്ടായി എന്നതിന്റെ പേരിലോ ഒക്കെ ആയിരിക്കില്ലേ? അല്ലാതെ ഈ വിഷയം പറഞ്ഞുകൊണ്ട് അവരതിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ കേരളം മുഴുവൻ നേരത്തെ എങ്ങനെയാണോ ഇവിടെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ ചർച്ച ചെയ്തത്, അത് ചർച്ച ചെയ്തിരുന്ന സമയത്ത് CPM എങ്ങനെയാണോ മുഖം തിരിഞ്ഞു നിന്നത്, അതേപോലെ തന്നെ കേരളം ചർച്ച ചെയ്യുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളതല്ലാത്ത ഒരു നേതാവിനോട് പോലും ഈ കാര്യം ഒരു വിശദീകരണമായിട്ട് ചോദിക്കാനായിട്ട് പാർട്ടിക്ക് പറ്റുന്നില്ല എങ്കിൽ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ കാണുന്ന മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരിക്കും. കാരണം ഏതെങ്കിലും 1 or 2 ജില്ലകളിൽ സമാനമായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു നിയമനത്തിനോ ട്രാൻസ്ഫറിനോ അതാത് വകുപ്പുകളെ സ്വാധീനിച്ച് മാത്രമായിട്ട് ഒതുങ്ങേണ്ടുന്ന ഒരു പ്രതിഭാസമല്ല ഇത്. ഏതെങ്കിലും ഒരു വ്യക്തിയോട് മാത്രമായിട്ട് നിങ്ങൾക്കൊരു PSC അംഗത്വ നിയമനം നൽകാം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് പണം വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാവില്ല. ഇത് തട്ടിപ്പാണെങ്കിലും അല്ലെങ്കിലും നിരവധി ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് അവർ സമീപിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്ത ഘട്ടത്തിലേക്കാണ്. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ മാത്രം വിചാരിച്ചാൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം വരുത്താനെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെ ചിന്തിക്കാൻ നമ്മളെന്താ വിഡ്ഢികളാണോ? സ്വാഭാവികമായിട്ടും അത് മുകളിലുള്ള ആൾക്കാർ കൂടി അറിഞ്ഞുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ 60 ലക്ഷം വേണം, ആദ്യം 20 തരൂ, 22 തരൂ എന്ന രീതിയിലത്തേക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭരിക്കാനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാർട്ടലുകൾ പോലെയോ മാഫിയ പോലെയോ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണമാണ് ആ ശബ്ദ സന്ദേശം താങ്കൾ കേൾപ്പിച്ചത്. അതിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വന്ന് അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ്. എന്ന് വെച്ചാൽ എന്താണോ മുതിർന്ന നേതാവ് മുതൽ താഴെയുള്ള ആൾക്കാർ വരെ പറയുന്നത് അതിന് ഒരേ സ്വരമാണ്. പാർട്ടിയെ ചോദ്യം ചെയ്താൽ അവർക്ക് കിട്ടുന്ന രക്ഷാപ്രവർത്തനം ഒന്ന് തന്നെയാണ്. ഒറ്റ കാര്യമുണ്ട്, പാർട്ടികളുടെ ഇത്തരത്തിലുള്ള ഇപ്പൊ CPI ഉണ്ട് അല്ലെങ്കിൽ CPM ഉണ്ട്, ഇവരൊക്കെ തന്നെ നിയമനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്ഫറിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഇവരുടെ ഒക്കെ തന്നെ സംസ്ഥാന നേതൃത്വം ഇതിൽ പ്രതികരിക്കുന്ന രീതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ശൈലിമാറ്റമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന സമയത്ത് അവരെങ്ങനെയായിരുന്നു ഈ വിഷയത്തിനെ നേരിട്ടത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അന്ന് കാണുന്ന ആ പതിവ് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ പരാതി ശ്രദ്ധയിൽപ്പെടാത്തതുപോലെ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഇവർ ശ്രമിച്ചിരുന്നു. പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള ആൾക്കാർ തന്നെ ഇതിനെയൊക്കെ തന്നെ ട്രിവിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അന്ന് നമ്മൾ കേട്ടിരുന്ന വാക്കുകളാണ് കരിവാരി തേക്കുന്നു, മാധ്യമ സൃഷ്ടി. നോക്കൂ, തിരുത്തലുകൾ ആവശ്യമാണ്. ജനം നമ്മളിൽ നിന്ന് അകന്നു, നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകണം, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന പാർട്ടി ഇന്നും പറയുന്നത് ദാ കരിവാരി തേക്കുന്നു, മാധ്യമ സൃഷ്ടിയാണ് എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 22 ലക്ഷം രൂപ വാങ്ങി പിന്നീട് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് വസ്തുക്കച്ചവടത്തിനാണോ? വസ്തുക്കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ? വസ്തുക്കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പാർട്ടി അംഗത്തിന് സാധിക്കില്ല എന്നുണ്ടോ? അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടിക്ക്
അതിനുള്ളിലുള്ള പുഴുക്കുത്തുകളെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ ഈ വിശദീകരണം ചോദിക്കുന്ന ശരി, ഞാൻ സമയത്ത് പറഞ്ഞത് താല്പര്യമില്ലാത്തതാണോ താല്പര്യമില്ലാത്തതാണോ അതോ അങ്ങനെ തിരുത്താനുള്ള പരിമിതിയുണ്ടോ? ഞാൻ എത്താം ശ്രീ. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അത് തിരുത്താനുള്ള പരിമിതിയുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചപ്പോൾ അതിൽ പിഴ പറയാൻ പറ്റുമോ? ശ്രീ രാജു പി നായർ, ഇവിടെ ഈ പറയുന്ന അവിടെ കുന്നമംഗലം ഏരിയ സെക്രട്ടറി ആ തെറി വിളിക്കുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ ഞാൻ ഫോണിൽ വിളിച്ചു. അദ്ദേഹം പറയുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ചർച്ചയ്ക്കിരിക്കില്ല. കാര്യം അത് സംഘടനാ വിരുദ്ധമെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് വന്നിരിക്കാൻ സംഘടനാ വിരുദ്ധൻ എന്ന് നാട്ടിലറിയപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോഴും അടിയുറച്ച സഖാവാണ് കേട്ടോ 71 വയസ്സുകാരനായ ടി ബാലകൃഷ്ണൻ. മോഹനൻ എന്ന് പറയുന്ന ആളെ വിളിച്ച് പേടിയാണ്, അയാൾ മിണ്ടുന്നേ ഇല്ല എന്ന് പറഞ്ഞാൽ അടിച്ച് കണ്ണു പൊട്ടിക്കുമെന്നൊക്കെ ഏരിയ സെക്രട്ടറി വിരട്ടിയെ പേടിക്കാതിരിക്കുമോ? പോട്ടെ. ശ്രീ രാജു പി നായർ, താങ്കൾ നേരത്തെ പറഞ്ഞ ആ CPIയുടെ കാര്യമുണ്ടല്ലോ. ഇവിടെ ഫ്രം റജി CJ, സെക്രട്ടറി CPI കോന്നി ലോക്കൽ കമ്മിറ്റി, ബിനോയ് വിശ്വത്തിന് അയച്ച കത്താണ്. സഖാവേ, CPIയുടെ വിവിധ വകുപ്പുകളിൽ കോന്നിയിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചില ജില്ലാ നേതാക്കൾ പണം ആവശ്യപ്പെട്ടതും വാങ്ങിയതും ഉദ്യോഗസ്ഥർക്കിടയിലും ജനങ്ങൾക്കിടയിലും വലിയ ചർച്ചയാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാർക്കും നൽകുന്നതിന് വേണ്ടിയാണ് പണം വാങ്ങുന്നത് എന്നാണ് പല ഉദ്യോഗസ്ഥരുടെയും ധാരണ. കോന്നി TSO ഹരീഷ് K പിള്ളയെ മഞ്ചേശ്വരത്ത് നിന്നും കോന്നിയിലേക്ക് സ്ഥലം മാറ്റം വാങ്ങി നൽകുന്നതിന് 1 ലക്ഷം രൂപ കോന്നിയിലെ പാർട്ടി നേതാവ് വാങ്ങിയെന്നാണ് സംസാരം. ഇതിനിടനില നിൽക്കുന്നത് സിവിൽ സപ്ലൈസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനും നിലവിലുള്ള സംഘടനാ നേതാക്കളുമാണ്. ജോയിന്റ് കൗൺസിൽ നേതാവും സപ്ലൈകോ സംഘടനയുടെ ജില്ലാ ഭാരവാഹിയും കോന്നി മണ്ഡലത്തിലെ താമസക്കാരനുമായ ഒരു നേതാവിന് സ്ഥലം മാറ്റം കിട്ടുന്നതിന് വേണ്ടി 50,000 രൂപ ആവശ്യപ്പെട്ടു. അദ്ദേഹം പണം നൽകിയില്ല. സ്ഥലം മാറ്റ ഉത്തരവ് വന്നപ്പോൾ ഹോസ്ദുർഗിലാണ് ആദ്യ പോസ്റ്റ്, കാസർഗോഡ്, പിന്നീട് പാലക്കാട് ആലത്തൂരേക്ക് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും എൻ്റെ കൈവശമുള്ളതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജോയിന്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ CPIയുടെ പ്രധാനപ്പെട്ട സംഘടനയാണ്. അതിൻ്റെ പ്രധാന ഭാരവാഹിയോട് വരെ സ്ഥലം മാറ്റത്തിന് പൈസ ചോദിക്കുകയാണ്. അപ്പോൾ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ CPM-നെ നോക്കി കുറ്റപ്പെടുത്താൻ CPI-ക്കും അവകാശമില്ല. ശ്രീ രാജു പി നായർ. അശ്മി, ശരിയാണ്. ഞാൻ അതിനു മുമ്പ് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാം. ഒന്ന്, ശ്രീ ഹസ്കർ ഇവിടെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ശ്രീ ഹസ്കർ, അങ്ങ് മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാലമല്ല ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കാരണഭൂതൻ്റെ കാലമാണ് എന്നുള്ളതാണ്. ആ കാരണഭൂതൻ്റെ കാലത്ത് ഈ PSC ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥലങ്ങളെയും ലേലം ചെയ്ത് വിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരിഹസിക്കുന്നു, CPM-നെ മാധ്യമങ്ങൾ കയറി പരിഹസിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഹസ്കർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ പരിഹസിക്കില്ല. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സ്വമേധയാ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ഈ പറയുന്ന കൊടുത്തത് കുറ്റക്കാരാണല്ലോ. കൊടുത്തവൻ എന്തായാലും മറ്റേ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പൈസ കൊടുത്താലല്ലോ. പണം കൊടുത്ത് PSC-യുടെ അംഗത്വം നേടി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണല്ലോ അവർ പൈസ കൊടുത്തത്. അവരും നിഷ്കളങ്കരൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ആരെയാണ് സംരക്ഷിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ മണി ട്രെയിൽ ഇതിന് 22 ലക്ഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒളിപ്പിച്ചൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അവരുടെ ഫണ്ട് ഏത് വഴിക്ക് റിസോഴ്സ് എന്താണെന്നുള്ളത് ഉൾപ്പെടെ അന്വേഷിച്ച് ഇതിൽ കുറ്റക്കാരായിട്ടുള്ള കൊടുത്തവരെയും മേടിച്ചവരെയും നിങ്ങൾക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുമോ? CPM പോലൊരു പാർട്ടിയോ കോൺഗ്രസ് പോലൊരു പാർട്ടിയോ അല്ലെങ്കിൽ CPI പോലൊരു പാർട്ടിയിലോ ലക്ഷക്കണക്കിന് അണികളുള്ളിടത്ത് ആരും തട്ടിപ്പ് കാണിക്കില്ല എന്നൊന്നും നമ്മൾക്കാർക്കും വിശ്വാസമില്ല. പക്ഷെ ഒരു തട്ടിപ്പ് വന്നാൽ അതിന് പാർട്ടി എടുക്കുന്ന നിലപാടെന്താണ്? അതാണ് പ്രശ്നം. നിങ്ങൾ പരിഹസിക്കപ്പെടുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ കൊടുത്തവരെയും മേടിച്ചവരെയും നിങ്ങൾ സംരക്ഷിക്കുന്നു. അതിന്റെ പ്രശ്നം നിങ്ങൾ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന കച്ചവടമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പരിഹസിക്കപ്പെടുന്നത്. നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾ, ആ വാദങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് പരിഹസിക്കപ്പെടുന്നത്. കാര്യങ്ങൾ ബോധ്യമായ ഒരു CPM-ന്റെ നേതാവിനോട് ഏരിയ സെക്രട്ടറിയുടെ ഭാഷ ഇപ്പൊ കേട്ടല്ലോ. ശ്രീ ഹസ്കർ പറഞ്ഞത് പാർട്ടി അണികൾക്കെല്ലാം ബോധ്യമുണ്ടെന്നാണ്. ആ ബോധ്യമാണ് പറഞ്ഞത്. ആ ബോധ്യത്തിന്റെ കൂടി നിങ്ങൾ കേട്ടല്ലോ. ഹാഷ്മി പറഞ്ഞത് ഞാൻ CPI-യിലേക്ക് ഞാൻ വരാം. ഇപ്പൊ CPI-യിൽ അയച്ച കത്ത് നമ്മുടെ മുന്നിൽ ഇപ്പൊ ചർച്ചയ്ക്ക് വന്നു. ഞാൻ ഉറ്റുനോക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ടിയിലെ മുഴുവൻ അണികളും സത്യസന്ധന്മാരാണെന്നും ഹരിശ്ചന്ദ്രന്മാരാണെന്നും യാതൊരു സാമ്പത്തിക താല്പര്യമില്ലാത്തവരാണെന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇത് വ്യാപകമായ പരാതിയുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു കോന്നിയിലോ പ്രശ്നം മാത്രമല്ല. മണ്ഡലം സെക്രട്ടറിമാർക്കെതിരെ വ്യാപകമായ പരാതി പല സ്ഥലങ്ങളിലും ഇങ്ങനെ മുറുമുറുപ്പായി കേൾക്കുന്നുണ്ട്. രാജു പി നായർ, ഞാൻ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ CPI എന്ത് നടപടിയെടുക്കുന്നതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. എന്താ, CPM-ന്റെ ഏറ്റവും കോർ വോട്ടർ ബാങ്ക് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇന്ന് ഈ പാർട്ടിയോട് എതിർത്ത് പുറത്തേക്ക് പോയിരിക്കുന്നു. BJP-ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് CPM-ന്റെ സ്പേസ്
വിശ്വാസം നഷ്ടപ്പെടുന്നിടത്ത് വിശ്വാസത്തോടുകൂടി രാജു പി നായർ എന്തോ ചെറിയ ചില സാങ്കേതിക പ്രശ്നമാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ അസ്കർ, ഇവിടെ രാജു പി നായർ പറഞ്ഞ കാര്യം ഉറപ്പായും അതിൽ രാഷ്ട്രീയമുണ്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ. പക്ഷേ ഈ പരാതി വരുമ്പോഴേക്കും ഇത് തട്ടിപ്പുണ്ട് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതല്ലേ? എന്താണ് അത്തരം പ്രവണതയുണ്ടെങ്കിൽ അന്വേഷണം കണ്ടെത്തും എന്ന് പാർട്ടി സെക്രട്ടറി പിന്നീട് തിരുത്തിയെങ്കിലും പാർട്ടി സെക്രട്ടറി പറഞ്ഞതല്ലേ? സർ, ഞങ്ങൾക്കൊന്നും ഒളിക്കാനില്ല, ഇങ്ങനെ പരാതി പാർട്ടി കിട്ടിയിട്ടുണ്ട്, അത് ഞങ്ങൾ പോലീസിന് കൈമാറുകയാണ്, അത് പോലീസിന്റെ പണിയാണ്, പോലീസ് അന്വേഷിക്കട്ടെ എന്ന് തുറന്നു പറഞ്ഞാൽ പോരെ? എന്തിനാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധം പാർട്ടിയുടെ അനഭിലഷണീയ പ്രവണതയിൽ പുറത്താക്കുന്നു എന്നൊക്കെയുള്ള ഈ പൊതിഞ്ഞുവെക്കലുകൾ, ഒളിച്ചുകളി? ശ്രീ അസ്കർ. ഹാഷ്മി, ഞാനൊരു ഭൂതകാലത്തിന്റെ തടവറയിലൊന്നുമല്ല. എന്ന മുൻകാലങ്ങളിൽ പാർട്ടിയിലേക്ക് അംഗങ്ങൾ വരികയും പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകളുടെ ജീവിതശൈലിയും അവർ ജനങ്ങളോട് കാണിച്ച കരുണയുള്ള പ്രവർത്തനങ്ങളും കണ്ടും അതുപോലെ പ്രത്യയശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യവും കൊണ്ട് വായിച്ചും പഠിച്ചുമൊക്കെയാണ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് പല പ്രദേശങ്ങളിലും പാർട്ടിയിലേക്ക് നേതാക്കന്മാരാവാൻ വേണ്ടി തയ്യാറെടുപ്പുകളോടുകൂടിയാണ് പലരും യുവാക്കൾ കടന്നു വരുന്നത്. ഇത് സമൂഹത്തിലുണ്ടായിട്ടൊരു വലിയൊരു മാറ്റത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം കാണാൻ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും ഇത്തരം അഭിനിവേശത്തോടൊരു പ്രൊഫഷണലിസം കടന്നു വരികയും ആ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിനപ്പുറം ഒരു തൊഴിലായി സ്വീകരിക്കുകയും മറ്റു തൊഴിലുകളൊന്നും ചെയ്യാതിരിക്കുകയും അതുവഴി സമ്പന്നരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയും ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തപ്പെട്ടിട്ടുള്ളവരെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം പാർട്ടിക്കുണ്ട്. ആ ദൗത്യം പാർട്ടി ഏറ്റെടുക്കും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ പാർട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ കാണിക്കുന്ന ജിജ്ഞാസ, ഒരുപക്ഷെ ഇതൊരു കോൺഗ്രസ്സുകാരനോ ഒരു BJP-കാരനോ ഇത്തരം ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നാൽ നിങ്ങൾ ഇത്രയും മാധ്യമ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിക്കില്ല എന്നുള്ളതുകൂടി നിങ്ങൾ ആത്മപരിശോധന നടത്തണം. നിങ്ങൾ അവിടെ പരാതിയുണ്ട്, PSC അംഗത്വം വാഗ്ദാനം ചെയ്താണ് പരാതി, അതില്ലെങ്കിൽ ആയുഷ് വകുപ്പിൽ ജോലി തരാം എന്ന് പറയുന്നു. ഒന്നും നടക്കുന്നില്ല. ഇത് പാർട്ടിക്ക്, ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു, അവർ ഇലക്ഷൻ കാലത്ത് സീരിയസ് ആയി എടുക്കുന്നില്ല. ഈ ഡോക്ടറുടെ ഭർത്താവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലേക്ക് പോകുന്നു, അത് വാർത്തയാകുന്നു. വാർത്തയായപ്പോഴാണ് ഈ കോട്ടുള്ളി പണം തിരികെ കൊടുക്കുന്നത്. അത് പിണറായി വിജയൻ അടക്കം സഭയിൽ സമ്മതിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ അടക്കം ഇങ്ങനെ പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും അല്ലെങ്കിൽ അന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഏരിയ കമ്മിറ്റിയിൽ കൃത്യമായി ചർച്ച നടക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി പ്രമോദ് കോട്ടുള്ളിയെ വിളിച്ചു വരുത്തി ഇന്ന് വിസ്തീർണം തേടുന്നുണ്ട്. എന്നിട്ടും ഈ വലതുപക്ഷ മാധ്യമ സൃഷ്ടി എന്നൊക്കെയുള്ള ക്ലീശ ഒഴിവാക്കാൻ നേരമായില്ലേ, സമയമായില്ലേ ശ്രീ ഭാസ്കർ? ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവില്ലേ? അങ്ങനെയല്ല ഹാഷ്മി, ഇതിൽ കാണേണ്ടത് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പിന് മറപിടിച്ചുകൊണ്ട് നിങ്ങൾ CPM-നെ മാത്രം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ തരത്തിലുള്ള നിങ്ങളുടെ വിഭ്രമാത്മകമായിട്ടുള്ള മനോനിലയുടെ കൂടി ഭാഗമാണ്. നിങ്ങൾക്ക് CPM-നെ ഏതൊരു തരത്തിലും തകർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഓരോ നിമിഷവും കോട്ടുള്ളി നിങ്ങളുടെ CPM-കാരനാണ്, CPM-ന്റെ നേതാവാണ്, DYF-യുടെ നേതാവായിരുന്നു, CIT-യുടെ നേതാവാണ്. മാത്രം വാർത്തകൾ അതെ. അങ്ങനെ ഒരു തരത്തിലും അത്തരം തട്ടിപ്പുമായി ബന്ധമുള്ള ആളുകൾ CPM-ന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പാടില്ല. പാർട്ടിയുടെ ഫുൾ ടൈമേഴ്സ് ആയിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അവരുടെ ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചും അവരുടെ വരുമാന സ്രോതസ്സുകളെ സംബന്ധിച്ചും പാർട്ടി പരിശോധിക്കും. അത് പരിശോധിക്കണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകളുടെ ആഗ്രഹം. തൊഴിൽ ചെയ്യാതെ നമ്മുടെ സമൂഹം സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങിയ 1.25 കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ കോട്ടുള്ളി തിരുത്താൻ പോകുന്നത് അല്ലേ ശ്രീ ഭാസ്കർ? അവിടെ മുതൽ മറുപടിയില്ലാത്ത ചോദ്യങ്ങളുടെ നിര കിടപ്പുണ്ട് കേട്ടോ ശ്രീ ഭാസ്കർ. ഇത് ഇനി പാർട്ടിയുടെ അങ്ങനെയല്ല. നിങ്ങളിങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്നേ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരവും നിങ്ങൾക്ക് തന്നെ ലഭിക്കും. കാരണം അതുകൊണ്ടാണല്ലോ പാർട്ടി തിരുത്തുമെന്ന് പറഞ്ഞത്. പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ PB അംഗങ്ങൾ വരെ ഈ തിരുത്തലിന്റെ ഭാഗമായി തിരുത്തിയേ മതിയാകൂ. എവിടെയൊക്കെ പിശക് പറ്റിയിട്ടുണ്ടോ അത് ജനങ്ങളോട് ഏറ്റുപറയും. അത് ഏറ്റുപറഞ്ഞാലേ ഈ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാനാവൂ. അത് അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാര്യം ഈ പാർട്ടി ഇല്ലാതായി തീർന്ന് ഇതൊരു കരിയായി തീരുക എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം ഒരു കാലത്തും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതിരോധത്തിലാവുമ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, താങ്കൾ പറയുന്നതെങ്കിലും വലതുപക്ഷ
പാർട്ടി അങ്ങ് മുടിഞ്ഞ് മുക്കറിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആരും പറയുന്നതല്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നതാണ്. അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ MV ഗോവിന്ദൻ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ താത്വികാവലോകനമല്ലാതെ നേർക്കുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള ധാർഷ്ട്യം എന്ന് എഴുതി വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ കുന്നമംഗലത്ത് ഏരിയ സെക്രട്ടറി എന്താ കണ്ണടിച്ച് പൊട്ടിക്കും എന്ന് വരട്ടുന്ന പാർട്ടിക്കാരനെ, ഒരു വയോധികനായ പാർട്ടിക്കാരനെ ആസ്കർ. ഇതൊക്കെ നമുക്ക് ഈ ഐഡിയയിൽ ഇവിടെ നിന്ന് പറയാമെന്നല്ലാതെ ആരുടെ ഉള്ളിലോട്ട് കയറുന്നു. ഏരിയ സെക്രട്ടറി അങ്ങനല്ല അല്ല ഹാഷ്മി, കുന്നമംഗലം ഏരിയ സെക്രട്ടറിയുടെ ഇപ്പോൾ വന്നിട്ടുള്ള ആ ശബ്ദരേഖ അത് കുന്നമംഗലം ഏരിയ സെക്രട്ടറിയുടെ ആണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. അദ്ദേഹത്തെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അപ്പം ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ പറഞ്ഞു വിടണം എങ്ങനെയാണ് പാർട്ടി സഖാക്കളോടും അനുഭാവികളോടും വർത്തമാനം പറയേണ്ടതെന്നും ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നും ഈ തിരുത്തൽ രേഖ അങ്ങ് പറഞ്ഞ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ പെരുമാറ്റം സാധാരണ ജനങ്ങളോട് പോലും പാടില്ലെന്ന് പാർട്ടി പറയുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ സഖാക്കൾക്ക് നേരെ ഇങ്ങനെ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും ആ ശബ്ദരേഖയിൽ സംസാരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ പുറത്താക്കണം, ഒരു സംശയമില്ല. അത് നടപടി ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ പ്രമോദ് കാട്ടുള്ളിയുടെ വാർത്തകൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, ഇതിന്റെ വാർത്തയും ഉടൻ വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ SFI അടക്കം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ഒരു പ്രിൻസിപ്പളിന്റെ നെഞ്ചത്ത് എന്തോ പൊങ്കാലിടും അല്ലെങ്കിൽ നെഞ്ചത്ത് അടുപ്പ് കൂട്ടും എന്ന് പറയുന്ന SFI അടക്കം എത്രയെത്ര കൊലവിളി പ്രസംഗങ്ങൾ നടപടിയില്ലാതെ കിടക്കുന്നു, അവിടെ പെൻഡിങ് കിടക്കുകയാണെന്ന് ഞാൻ എത്താം. ശ്രീ രാജു പി നായർ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് CPIയിൽ ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിന് കോഴ വാങ്ങുന്നു എന്നൊരു ലോക്കൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അയച്ച കത്ത്. ഇപ്പോൾ ബിനോയ് വിശ്വം ഇടയ്ക്ക് പറഞ്ഞായിരുന്നു കേട്ടോ രാജു പി നായർ, എന്താണ് തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ മാത്രമല്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നടപടി ഉണ്ടാകുമോ എന്ന് താങ്കൾ പറഞ്ഞിരുന്നപ്പോഴാണ് സാങ്കേതിക പ്രശ്നം ഉണ്ടായത്. രാജു പി നായർ. അതെ ഹാഷ്മി, ഞാൻ പറഞ്ഞു വന്നത് CPIയിൽ ഇത്തരത്തിലുള്ള ആരോപണം വന്ന് സഖാവ് ബിനോയ് വിശ്വത്തിന് തന്നെ ഈ കത്തെഴുതിയപ്പോൾ എന്താണ് ബിനോയ് വിശ്വത്തിന്റെ നടപടി എന്ന് ഞങ്ങൾ ഉറ്റുനോക്കുക. കാരണം അദ്ദേഹം ഇന്ന് LDFനകത്തുള്ള തിരുത്തൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളാണ്. ഞങ്ങൾ ഉറ്റുനോക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. CPM ഇന്ന് ഇടതുപക്ഷമല്ല, CPM തീരെ വലതുപക്ഷമായി മാറിക്കഴിഞ്ഞു. CPM ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ പോവുകയാണ്. CPM ഇല്ലാതെ പോകുന്ന സാഹചര്യത്തിൽ ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിന്റെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസും CPIയും അല്ലെങ്കിൽ LDFും തമ്മിലുള്ള ഒരു മത്സരം അനിവാര്യമാണ്. ആ സ്പേസ് CPI ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ CPMന്റെ കൊഴിഞ്ഞു പോകുന്ന അണികൾ മുഴുവൻ BJPയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് വെറും ഒരു തട്ടിപ്പിന്റെ പ്രശ്നമല്ല. കേരളത്തിന്റെ നാളെയുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തെ CPI പിടിച്ചു നിർത്താൻ CPMനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായി LDFിൽ CPIക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, പിണറായി വിജയനെ അളക്കുന്ന അതേ അളവുകോൽ വെച്ച് ബിനോയ് വിശ്വത്തെ അളക്കേണ്ടി വരും. CPMനെ വിമർശിക്കുന്ന അതേ തോതിൽ CPIയെ വിമർശിക്കേണ്ടി വരും. ഞങ്ങൾ ഉറ്റുനോക്കിയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്ന ആൾക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കുന്നു. CPI പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറാണോ? CPI വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറാണോ? ഇവരെ പാർട്ടിയിൽ നിന്ന് മാറ്റാൻ തയ്യാറാണോ? ഇത് CPI വ്യക്തമാക്കണം, ബിനോയ് വിശ്വം വ്യക്തമാക്കണം. അതല്ലെങ്കിൽ ഇന്ന് ഇടതുപക്ഷത്തിനകത്ത് CPIയും CPMനെ പോലെ ഏറ്റവും ഒരു വെട്ടിപ്പ് തട്ടിപ്പ് പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കേണ്ടി വരും. ആ അവസ്ഥയിലാണ് ഇത്. പിന്നെ നോക്കൂ, ഞാൻ മറ്റ് സംഘടനകളുടെ കാര്യമൊന്നും പറയുന്നില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമൊന്നും പറയുന്നില്ല ഹാഷ്മി. PSC നിയമനത്തിന് വേണ്ടി 50 ലക്ഷം കോഴ മേടിച്ചു അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞത് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ്, ഇല്ലേ? INL അത് ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളത് അതിനകത്ത് ആരോപണമുണ്ട്. JDSൽ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. മന്ത്രിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നടന്നില്ല, ഇപ്പോഴും നിയമിക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് കേരളത്തിലെ സർക്കാർ വകുപ്പുകളിലുള്ള മുഴുവൻ നിയമനങ്ങൾ അത് അട്ടിമറിക്കപ്പെടുന്നതാണ്. PSCയുടെ വിശ്വാസത കളയാണ്. നമുക്ക് ഓർമ്മയുണ്ട് ശിവരഞ്ജിത്തിനെ കുറിച്ച്, അഖിലിനെ കുറിച്ച്. ശിവരഞ്ജിത്ത് അഖിലിനെ കുത്തിയതിനു ശേഷം ഉണ്ടായ അന്വേഷണങ്ങളിലാണ് PSC നിയമനത്തിലുള്ള അട്ടിമറി പോലും, റാങ്ക് ലിസ്റ്റിലുള്ള അട്ടിമറി പോലും പുറത്തു വന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് പറയുകയാണ് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി PSCയുടെ വിശ്വാസ്യത എഴുതുന്നു. PSCയുടെ വിശ്വാസ്യത കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദി നമ്പർ 1 പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഈ തട്ടിപ്പുകൾക്കെതിരെ നടപടിയെടുക്കാതെ കയ്യും കെട്ടി നോക്കിയിരുന്നു കൊണ്ട് തട്ടിപ്പുകാർക്ക് സർക്കാരിന്റെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ വേണ്ടി
കളമൊരുക്കി കൊടുക്കുന്ന പിണറായി വിജയനാണ്. ഇതിന്റെ എല്ലാം കമ്മീഷൻ മതി, അല്ലെങ്കിൽ പിണറായി വിജയന് അതല്ലെങ്കിൽ മുഴുവൻ എമൗണ്ട് ഇങ്ങോട്ട് പോട്ടെ, കമ്മീഷൻ അങ്ങോട്ട് തരാം എന്നുള്ളതാണോ എന്ന് മാത്രം അറിയേണ്ട കാര്യമുള്ളൂ. കുറിച്ച് ഒന്നും അറിയില്ല, ഈ പരാതിയെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എന്തറിയോ, മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല, മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല, ഒരു പരാതിയുമില്ല, പരാതിയെ കുറിച്ച് അറിയില്ല, ഒന്നുമില്ല. പക്ഷെ മുഹമ്മദ് റിയാസ് കുറ്റക്കാരനല്ല. ഏതോ സിനിമയിൽ പറയുന്ന പോലെയാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾക്കകത്തൊക്കെ റിയാസിന്റെ പേര് വന്നാൽ അപ്പൊ തന്നെ ഗോവിന്ദൻ മാഷ് ഒരു അന്വേഷണവും കൂടാതെ റിയാസ് വിശുദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്? ഒരു DTP ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. റിയാസ് കുറ്റക്കാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഏത് ആരോപണം എന്നുള്ള പേര് എഴുതി ചേർത്താൽ മാത്രം മതി. അപ്പോൾ തട്ടിപ്പുകൾക്ക് ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് ഒരു പണപ്പെട്ടി ഉണ്ട്. ആ പണപ്പെട്ടിക്കകത്തേക്കാണ് AI ക്യാമറയും K ഫോണും മാസപ്പടിയും ഉൾപ്പെടെയുള്ള മുഴുവൻ PSC തട്ടിപ്പുള്ള മുഴുവൻ പണം ചെന്നെത്തുന്നത് ആ പണപ്പെട്ടിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മൗനം, അതുകൊണ്ടാണ് പിണറായി വിജയന്റെ നിസ്സംഗത, അതുകൊണ്ടാണ് പിണറായി വിജയന് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ശരി, സിആർ നീലാണ് ഇവിടെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറയുകയാണ്, പുതിയതായി വരുന്ന സഹാക്കൾക്ക് പണത്തോട് വല്ലാത്ത ആർത്തി, പദവിയോടുള്ള ആർത്തി, പെട്ടെന്നൊന്ന് പണമുണ്ടാക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹം, ഇതൊക്കെ പ്രശ്നമാണെന്ന് ബ്രാഞ്ച് അംഗങ്ങളോട്, ബ്രാഞ്ച് സെക്രട്ടറിമാരോട് പറയുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഇവിടെ കോഴിക്കോട് ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ 2 വിഭാഗമായി മാറി എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ, സൂചനകൾ വരുന്നുണ്ട്. അത് ആ പാർട്ടിയുടെ ഉള്ളിലെ കാര്യം പാർട്ടിക്ക് അറിയൂ. അത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടെ മാത്രം കാര്യമല്ല, അത് പാർട്ടിയുടെ പല ഘടകങ്ങളും ഇത്തരത്തിൽ കട്ടൻ ചായയും പരിപ്പോടെയും കുടിച്ചല്ല പാർട്ടി വളർത്തേണ്ടത്. ഇപ്പോൾ ബൂർഷോയെ തൊപ്പിക്കാൻ ബൂർഷോയുടെ അച്ഛനാവണം എന്ന പഴയ ഏതോ സിനിമയിൽ പറയുന്ന മട്ടിൽ ഒരു സംഘം പ്രവർത്തിച്ച് പാർട്ടിയെ പറ്റി പണമുണ്ടാക്കുന്ന വ്യാപകമായ ആരോപണമുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ ഈ 2 പക്ഷങ്ങൾ തമ്മിൽ പോരാട്ടം കോഴിക്കോട് മാത്രമല്ല എന്നും പറയപ്പെടുന്നു. നല്ല കാര്യം പാർട്ടിയെ സംബന്ധിച്ച്. ശ്രീ സിആർ നീലകണ്ഠൻ, ഇവിടെ കോന്നിയിൽ CPIയുടെ സ്ഥലം മാറ്റത്തിന് ഒരു ജോയിന്റ് കൗൺസിൽ നേതാവാണ് എന്ന് പറഞ്ഞാൽ അവരോട് ജില്ലാ നേതാവാണ്, ജോയിന്റ് കൗൺസിൽ നേതാവിനോട് 50,000 രൂപ ചോദിക്കുകയാണ്. അയാൾ ആ കോഴ കൊടുക്കുന്നില്ല, നേരെ കാസർഗോഡെ കടിക്കുകയാണ്. ഈ CPI സംസ്ഥാന കൗൺസിൽ അംഗത്തിനു കൂടി പങ്കുണ്ട് ഈ കോഴയാരോപണത്തിൽ നിന്നുള്ള ഒരു ആരോപണം കൂടി വരുമ്പോൾ CPI ഈ പറഞ്ഞ അഴിമതി വിരുദ്ധത പറയുന്ന CPMനെ നന്നാക്കാൻ എപ്പോഴും വിരൽ ചൂണ്ടുന്ന CPI ബിനോയ് വിശ്വം അടക്കമുള്ളവർ എങ്ങനെ ഈ പരാതിയെ നോക്കിക്കാണുന്നു എന്നതുകൂടി ആകാംക്ഷയാണ്. സിആർ, അതിലൊരു കാര്യം, ഇപ്പോൾ ജീവിതശൈലിയെക്കുറിച്ച് അക്സർ പറഞ്ഞു, എനിക്ക് തമാശ തോന്നി. സാധാരണ മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്ക് സ്വന്തം ഗ്രാമത്തിലെ, സ്വന്തം പട്ടണത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ ജീവിതശൈലി അവർ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ്. വളരെ പെട്ടെന്ന് ഒന്നുമില്ലാത്തിരുന്ന ആളുകൾ കാറ് വാങ്ങുന്നു. അത് പാർട്ടിക്കാർ കാറ് വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവർക്ക് എവിടെ നിന്ന് വരുമാനമുണ്ടായി എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കുന്നു. എങ്ങനെയാണ് കരുവന്നൂരിലെ ഒരു പാർട്ടി മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിന് മൂന്നാറിൽ റിസോർട്ട് ഉണ്ടാകുന്നത് എന്ന് അവിടുത്തെ പാർട്ടി സഖാക്കൾ ചോദിക്കുമ്പോൾ അതൊക്കെ കട്ടൻ ചായയുടെയും പരിപ്പോടയുടെയും കഥ പറഞ്ഞാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് രണ്ടും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കാര്യം. ഇനി CPIയിലേക്ക് വന്നാൽ എനിക്ക് രാജു പി നായരുടെ ഒരു പ്രതീക്ഷയും എനിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. CPIക്ക് ഇവിടെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആവാനും കഴിയില്ല. ഇപ്പോൾ ഒന്നിച്ച് നിന്ന് 8 വർഷം കട്ടിട്ട് പിടിക്കുമ്പോൾ ഞാൻ നിന്നാൾ ഞങ്ങൾ ഇതിലില്ല എന്നൊക്കെ പറയാനൊന്നും, അങ്ങനെ പറഞ്ഞാലൊന്നും എളുപ്പമല്ല. CPIയെ സംബന്ധിച്ചിടത്തോളം CPI തിരുത്തൽ ശക്തിയായിരുന്നു. CK ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ ഒരു പരിധി വരെ, തുടക്കത്തിൽ കാനം രാജേന്ദ്രനോ ഇവിടെ നിരവധി കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നമ്മൾ കേട്ടതാണ്, മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിനെ അതിശക്തമായി വിമർശിച്ച ആളാണ് കാനം രാജേന്ദ്രൻ ഒരു ഘട്ടത്തിൽ. പിന്നെ കാനം രാജേന്ദ്രനെ നമ്മൾ കാണുന്നത് കാൽക്കീഴിലെ ഒരു ഇതുപോലെയാണ്, ഒരു നേതാവിൻ്റെ കാൽക്കീഴിലെ, മുഖ്യമന്ത്രിയുടെ കാൽക്കീഴിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ്, എന്തു പറഞ്ഞാലും സമ്മതിക്കുന്ന ഒരാളായിട്ടാണ്. ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് അതല്ലാതെ വല്ലതുണ്ടോ? ഇപ്പോൾ ബിനോയ് വിശ്വം ഇത് തിരുത്തണം എന്ന് പറയുമ്പോൾ എന്തു തിരുത്തണം എന്നാണ് ബിനോയ് വിശ്വം പറയണേ? അപ്പോഴും പറയുന്നത് ധാർഷ്ട്യത്തെക്കുറിച്ച് വർത്തമാനം പറയും, ഇതൊക്കെ പറയും. ഈ ധാർഷ്ട്യം എന്നൊക്കെ പറയുന്നത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് തിരുത്തൽ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലല്ലേ വേണ്ടത്. കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? ജനങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യങ്ങൾ വേണം. അവിടെയാണ് ഈ പറഞ്ഞ പോലെ ജീവിതശൈലി വരുന്നത്, അഴിമതി വരുന്നത്. CPIയുടെ വകുപ്പ് മന്ത്രിമാർ, ഏറ്റവും കഴിവുകെട്ട CPI മന്ത്രിമാർ കേരളം എല്ലാ മന്ത്രിമാരും അതെ, CPIയുടെ ഏറ്റവും കഴിവുകെട്ട മന്ത്രിമാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും. അതിപ്പോൾ അച്യുതമേനോൻ്റെ കാലം മുതലും അതിന് മുമ്പുള്ള CPI മന്ത്രിമാരുടെ പട്ടിക എടുത്താൽ ഒരു കാശിന് കൊള്ളാത്തവർ, അതിന്
ഗവൺമെൻറ് കാശും കൊടുക്കൂല, എല്ലാം കൂടി കൃഷിയായാലും പൊതുവിതരണമായാലും ഒക്കെ നശിച്ച് നിൽക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈ 1.5 വർഷം ഞങ്ങൾക്കിത് വേണ്ടാന്ന് തീരുമാനിച്ചാൽ അവർക്ക് കുറേ കാര്യം പറയാൻ പറ്റും. 1.5-2 വർഷം ഇനി ഭരണം ഉണ്ടല്ലോ, അത് വേണ്ട തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ പറഞ്ഞ പണി നടക്കുമോ? അണികളിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മാത്രവുമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി എന്ന് ഉറപ്പിച്ച് പറയുന്ന CPI മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏകോപന സമിതിയിൽ CPI ഉള്ളൂ, CPM ഇല്ല. അതിൻ്റെ ഏകോപന സമിതിയിൽ ഇരിക്കരുതെന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് പ്രകാശ് കാരാട്ടിനോ സീതാറാം യെച്ചൂരിക്കോ അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇവിടുത്തെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് നിലനിൽക്കണമെങ്കിൽ, അത് ശരിയാണ് രാജു പി നായർ പറഞ്ഞത്, CPIക്ക് നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ അളിഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തു വരണം. അത് സത്യസന്ധമായി പറയണം. നേരത്തെ പറഞ്ഞ പോലെ ആരാണ് തെറ്റിയതെങ്കിൽ നടപടിയെടുക്കണം. പക്ഷെ അതിനൊക്കെയുള്ള സംഘടനാശേഷി CPIക്കുണ്ടോ? അതിനുള്ള നേതൃത്വം നൽകാൻ ഇപ്പോൾ ബിനോയ് വിശ്വം നല്ല മനുഷ്യനാണ്, പെട്ടെന്ന് കരയുന്ന ഒരാളാണ്, ആത്മാർത്ഥതയുള്ള ആളാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. സംഘടനാപരമായി നടപടിയെടുക്കാൻ, ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ CPM വിരട്ടിയാൽ ഞങ്ങൾ വിരളുന്നില്ല എന്ന് പറയാൻ വെളിയം ഭാർഗവനെ പോലെ പറയാൻ, CK ചന്ദ്രപ്പനെ പോലെ പറയാൻ, MN ഗോവിന്ദൻ നായരെ പോലെ പറയാൻ കഴിയുന്ന ഒരാൾ ഇന്ന് CPIയിൽ ഇല്ല എന്നതാണ് പ്രശ്നം. EMSൻ്റെ മുഖത്ത് നോക്കി, കേരളം പിണറായി വിജയനേക്കാൾ എത്ര ഉന്നതനായ നേതാവായിരുന്നു EMSൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളിതാ പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറയാൻ ധൈര്യം കാണിച്ച MN ഗോവിന്ദൻ നായരും TV തോമസും CH മേനോനും ഉണ്ടായിരുന്ന ഒരു CPI ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു പതനം. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ വാർത്ത വായിക്കുകയാണ്. കഷ്ടം. സുനിൽകുമാർ, എന്തൊരു ചീത്തയാണ് സുനിൽകുമാർ കേട്ടത്. ഇന്ന് വാർത്തകൾ വരുന്നത് അദ്ദേഹം തൃശ്ശൂർ മേയറെ, ഇപ്പോൾ തൃശ്ശൂർ മേയർക്കെതിരെ പറയുക. ഈ തൃശ്ശൂർ മേയർ BJPയുടെ ആളായിട്ട് എത്ര കാലമായി നമുക്കറിയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ പോലും അവിടെ ഒരു മെമ്പർ പിൻവലിച്ചാൽ തൃശ്ശൂർ ഭരണം പോവും. എന്നാൽ അത് ചെയ്യില്ല, അതൊന്നും ചെയ്യില്ല. ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു വാക്കും പ്രവൃത്തിയിൽ വന്നില്ലെങ്കിൽ ഒരു തിരുത്തലും ജനങ്ങൾ വിശ്വസിക്കില്ല. ശ്രീത് പണിക്കർ, ഇവിടെ ഇനി പാർട്ടി തിരുത്താൻ എന്താണ് വെറും വാക്കിൽ തിരുത്തുന്നു പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ പോവാന്ന് വിചാരിക്കും. പക്ഷേ അവിടെ കണ്ണൂർ ഒരു മനു തോമസ് ഉണ്ടാവുകയാണ്. പോയ കാലത്തെ പാർട്ടിയോട് തെറ്റുകൾ തുറന്നു പറഞ്ഞ് മനു തോമസ് രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഈ കോഴിക്കോട്ടെ ഈ പറഞ്ഞ PSC കോഴാരോപണം ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വാർത്തയാണേ. ഇത് പാർട്ടിയുടെ വിഭാഗീയതയുടെ ഭാഗമായും അവിടുത്തെ പ്രശ്നങ്ങളുടെ ഭാഗമായി പുറത്തേക്ക് വരുന്നതാണ്. ഇതാ ഇപ്പോൾ വരുന്ന കുന്നമംഗലം ഏരിയ സെക്രട്ടറിയുടെ ആ തെരുവിളി വിഷയിലും വാർത്തയും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. എന്ന് ഈ പ്രവണത തിരുത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയെ കണ്ടുകൂടെ? അതുവഴിയും തിരുത്തലാവാമല്ലോ ശ്രീത്. അല്ല, അതൊരു ശുഭസൂചനയാണ്. പക്ഷേ നമ്മൾ ഓൺ റെക്കോർഡ് ഒരാളിനെതിരെ പാർട്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി എടുക്കുകയാണ്, അയാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു, അല്ലെങ്കിൽ അയാളെ അല്പകാലത്തേക്ക് മാറ്റി നിർത്തുന്നു, ഇനി അതല്ല എങ്കിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുന്നത് ഇയാൾക്കെതിരെ കുറേയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനാണ് അയാളെ പുറത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായിട്ട് രേഖപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമുക്കറിയാം, അജ്മൽ കസബിനെതിരെ പ്രവാദത്തിനും വെടിവെച്ച ആൾക്കാരെ കൊന്നതിനും ഒപ്പം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ കയറിയതിനും കേസെടുത്തിരുന്നു, അതും ചാർജ് ചെയ്തിരുന്നു. പക്ഷേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ അയാളെ തൂക്കിക്കൊല്ലാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് ഗ്രാവിറ്റിയുള്ള ക്രൈമാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് സംവിധാനം തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, പാർട്ടിക്ക് ഒരുപക്ഷെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് റിസർവേഷൻസ് ഉണ്ടാകാം, അവർക്ക് പ്രതികരിക്കുന്ന ഒരു ശൈലി ഉണ്ടാകാം. പക്ഷേ എനിക്ക് അതിശയം തോന്നിയത് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലാതെ വരുന്ന ശ്രീ ഹസ്കറിനെ പോലെയുള്ള ആൾക്കാർ, പലപ്പോഴും പാർട്ടിയെ തിരുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് ശ്രീ ഹസ്കർ. പക്ഷെ അദ്ദേഹം ഈ നിലപാട് പറയുന്നത് നോക്കൂ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. അത് CPMന്റെ തന്നെ മാത്രം ശൈലിയാണ്. ഈ ആരോപണങ്ങളെല്ലാം തന്നെ വലതുപക്ഷ മാധ്യമ സൃഷ്ടിയാണ്. അത് CPMന്റെ ശൈലിയാണ്. അദ്ദേഹം ഒപ്പം പറഞ്ഞത് വിഭ്രമാത്മകമായിട്ടുള്ള മനോനിലയാണ് എതിർക്കുന്നവർക്ക് എന്നാണ്. അപ്പോൾ അല്പം പോലും ശൈലി മാറ്റം ശ്രീ ഹസ്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ശ്രീ ഹസ്കർ ഈ വിഷയത്തിൽ ഞാൻ സർക്കാരിനെ പൂർണ്ണമായും വിശ്വസിക്കാമായിരുന്നു. നിയമനത്തിന്റെ കാര്യത്തിലൊന്നും ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തട്ടിപ്പുകളും ഉണ്ടാവുന്നില്ല എന്ന് വിശ്വസിക്കാമായിരുന്നു. ഒരു ചെറിയ കാര്യം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ കരാർ നിയമനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടിക്കാരുടെ മുൻഗണനാ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ സഖാവേ എന്ന് ചോദിച്ചെഴുതപ്പെട്ട ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിനെ പറ്റി ശ്രീ ഹസ്കർ ഓർക്കുന്നുണ്ടാവും. അതിനെപ്പറ്റി അന്ന് സർക്കാർ അന്വേഷണം നടത്തിയിട്ട് ഇത് എഴുതിയാക്കിയ ആരാണ് ഇവിടെ നിന്ന് കോർപ്പറേഷൻ മേയറുടെ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് പോയത്, ഇതെല്ലാം തന്നെ അന്വേഷിക്കുമെന്ന് ഘോരം പറഞ്ഞിരുന്നു. അന്വേഷണം തകൃതിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് 2 കൊല്ലം പൂർത്തിയാകുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആടുമില്ല പൂടയില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി മാറുകയാണ്. എന്ന് വെച്ചാൽ സർക്കാരിനെ ജനത്തിന് വിശ്വാസമില്ല. പോകെ പോകെ എന്താണ് ആൾക്കാർക്കുണ്ടാവുക? ഈ ആരോപണം സത്യമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണ ആൾക്കാരിലേക്ക് ഉണ്ടാകും. ഇപ്പൊ നോക്കൂ, ശ്രീ ബിനോയ് വിശ്വത്തിന് ഈ പരാതി കിട്ടിയതിനു ശേഷം 3 ദിവസമായി. ആ കത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന തീയതി എന്ന് പറയുന്നത് 8-ാം തീയതിയാണ്. കേവലം പണം ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നു എന്ന് മാത്രമല്ല അതിൽ പറയുന്നത്. അതിലെടുത്തിരിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതികാര നടപടിയെ കൂടിയാണ്. അതായത് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങുന്നില്ല എങ്കിൽ കോന്നിയിലുള്ള ആളിനെ കാസർകോട്ടേക്ക് തട്ടാം എന്ന രീതിയിലത്തേക്കാണ് അതിൽ പറയുന്നത്. അത് വായിച്ചപ്പോ അതവിടെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ CPIയുടെ ജോയിന്റ് കൗൺസിലിലെ സംഘടനാ നേതാവാണ്, സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ്. അപ്പൊ ജില്ലാ ഭാരവാഹിയുടെ അവസ്ഥ അതാണെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പണ്ടൊക്കെ കാണുന്ന ഒരു ടൈപ്പ് കാർഡാണ്. ചില വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കാർഡ്. നിങ്ങൾ ഈ കാർഡ് അച്ചടിച്ച് 10 പേർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് 10 ദിവസത്തിനകം ഭാഗ്യം കൈവരും. ഒരാൾ ഇതിനെ അവഗണിച്ച് പിച്ച് ചീന്തി കീറിക്കളഞ്ഞു, അയാൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 2 കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിലായി എന്ന രീതിയിലത്തേക്കൊക്കെ പറയുന്ന ചില കാർഡുണ്ട്. ഇത് വായിച്ചു നോക്കൂ. ഇതിന്റെ ഭാഷ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരാൾ ഇവിടെ 1 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടു, മറ്റൊരാൾ 50,000 രൂപ ചോദിച്ചു, വേറൊരാളിനോട് പറഞ്ഞപ്പോൾ അയാൾ അത് കൊടുത്തില്ല, പകരം അപ്പോൾ കോന്നിയിൽ നിന്ന് അയാൾ കാസർഗോട്ടേക്ക് പോയി എന്ന രീതിയിലത്തേക്കാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാഫിയ, ഒരു കാർട്ടലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് കോഴ കൊടുക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരെ ഞങ്ങൾ മാക്സിമം ബുദ്ധിമുട്ടിക്കും എന്ന രീതിയിലത്തേക്ക് പറയുകയാണ്. ഇത് ഒരു സംസ്ഥാന നേതാവിനോട് പറയാനായിട്ട് ആ പാർട്ടിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ ഘടകത്തിലുള്ള ഒരാൾ തയ്യാറാകുന്നു. ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇപ്പൊ PSC നിയമനം അത് ഓഫർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ ഈ സ്ഥലം മാറ്റം ഓഫർ ചെയ്തിരിക്കുന്ന ആരെങ്കിലും, അവരല്ലല്ലോ ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പുറത്തുള്ള ആൾക്കാരുമല്ല ഇത് പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ആരാണ്? ആ പുറത്തു കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പല ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാകാം. ഒന്നുകിൽ വ്യക്തിവിരോധം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഉന്നതമായിട്ടുള്ള ധാർമ്മിക ബോധം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ട് തന്നെ ആയാലും അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ആത്യന്തികമായിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നത് മറ്റെന്തെങ്കിലും വിഷയത്തിലാണെങ്കിലും നടപടിയെടുത്തു എന്ന രീതിയിലത്തേക്കെങ്കിലും പറയപ്പെടാം. പക്ഷേ ഈ തട്ടിപ്പുകാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ്, സംസ്ഥാനത്തുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു തട്ടിപ്പ്, ആ ആരോപണം വരുന്ന സമയത്ത് അതല്ല നമ്മൾ മറ്റൊരു വിഷയമാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അജ്മൽ കസബിനെതിരെ കൂടുതൽ വികറസായിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ കയറി എന്നത് അന്വേഷിച്ചിട്ട് അതിന്റെ ശിക്ഷ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നത് പോലെയാണ്. നടപടിയുണ്ടാകും. പക്ഷേ ആ നടപടി എന്താണ്? ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പാർട്ടി സഖാവിന് അനഭിലഷണീയമായ രീതിയിൽ ജീവിച്ചു, ആഡംബര ജീവിതം എന്നൊക്കെ പറഞ്ഞാകും. ഇതെന്തായാലും അതിന് കാരണമാവില്ല, കാര്യം ഉറപ്പാണ്. അസ്കർ, CPIയുടെ സ്വന്തം നേതാവ്, എന്താണ്, സ്വന്തം സംഘടനയുടെ ജില്ലാ ഭാരവാഹിയെ 50,000 രൂപ കോഴ കൊടുക്കാത്തതിൻ്റെ പേരിൽ കാസർഗോട്ടേക്ക് അടിച്ചു എന്ന് പറയുന്നത് ഒരു ലോക്കൽ സെക്രട്ടറി, CPI സംസ്ഥാന സെക്രട്ടറി അയച്ച കത്താണ്. അതും ഏതെങ്കിലും തരത്തിലുള്ള വിഭ്രാത്മകമായ മനോനിലയിൽ എഴുതിയ കത്താകുമോ ശ്രീ BN അസ്കർ? ഹാഷ്മി, ഇതിൽ കാണേണ്ടത് വൈരുദ്ധ്യാധിക ഭൗതികവാദം ഒരു കാലഹരണപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് വിശ്വസിക്കാത്തതുകൊണ്ടും അത് ശരിയും ശാസ്ത്രീയമായതുകൊണ്ടും സ്വാഭാവികമായി ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് തെറ്റായ പ്രവണതകൾ വരുമ്പോൾ, ഏതെങ്കിലും വലതുപക്ഷ ചായ്വ് വരുമ്പോഴോ റിവിഷനിസം വരുമ്പോഴോ ഒക്കെ തന്നെ പാർട്ടിയുടെ പ്രവർത്തകരും സഖാക്കളും ഇങ്ങനെ പ്രതികരിക്കും. ഒരു സംശയം ചർച്ച അല്ലാതെ താത്വിക പ്രശ്നമൊന്നും അല്ല, ഒരു വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ പറ്റി പറയേണ്ട സമയമല്ല. എന്ന് പറഞ്ഞാൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കുറിച്ച് മനു തോമസ് പറഞ്ഞതിനെ പറ്റിയും റിയൽ എസ്റ്റേറ്റുകാരുടെ എന്താണ് എച്ചിൽ വാങ്ങി തിന്നുന്നു പാർട്ടി നേതാക്കൾ എന്ന ആരോപണമൊക്കെയാണ് ചർച്ച. BN അസ്കർ, ഇത് അതിനാണ് അവിടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം. അല്ല, അത് ആ ചർച്ച അങ്ങനെയല്ല. ഞാൻ ആ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്ന വാക്കുകളിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ പറയുന്നല്ലോ, സമൂഹത്തിന്റെ എല്ലാ പുഴുക്കുത്തുകളും പാർട്ടിക്കുള്ളിലേക്ക് കടന്നു വരുന്നതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പാർട്ടി അംഗത്വവും പാർട്ടി നേതൃത്വത്തിലേക്കും വരുന്നത് അതിനൊരു വലിയ അളവ് വരെ കേരളത്തിൽ CPM-നുണ്ടായ വിഭാഗീയത ഒരു കാരണമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കേരളത്തിലുണ്ടായിട്ടുള്ള CPM-നുള്ള വിഭാഗീയതയെ തുടർന്ന് പല നേതാക്കന്മാരും പ്രവർത്തകരും മനം മടുത്ത് പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് പിന്തള്ളപ്പെടുകയും അല്ലെങ്കിൽ തടയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ നേതാക്കന്മാരും പുതിയ പ്രവർത്തകരുമായി താരോദയം ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിനിവേശത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ നടത്തുന്ന ഏതൊരു കൊള്ളരുതായാലും, ഇപ്പൊ സ്വർണം പൊട്ടിക്കലാണെങ്കിലും സമീപനമാണെങ്കിലും, അതല്ല ഈ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായിട്ടുള്ള ബന്ധമാണെങ്കിലും,
പലിശക്കാരുമായി ബന്ധമാണെങ്കിലും ഒക്കെ തന്നെ അത്തരം സമീപനത്തിന്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അങ്ങനെ സാമ്പത്തിക അഭിനിവേശത്തോടു കൂടി പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് തിരുത്തുവന്നേ, അത് തിരുത്തുകയും അവരെ കണ്ടെത്തുകയും ചെയ്യും. അതിന് പാർട്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തും. ശരിയാണ്, സമയം കഴിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള പാർട്ടി നേതാക്കൾ ഒന്നാകെ റിയൽ എസ്റ്റേറ്റുകാരുടെ വാലാട്ടികളായി മാറി സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതല്ല, എല്ലാ പാർട്ടി പ്രവർത്തകർ അങ്ങനെയായി എന്നുള്ളതല്ല, ചെറിയൊരു ന്യൂനപക്ഷം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകളിൽ വ്യക്തമാക്കുന്നത്. അവരെ ഇനിയും ഈ ചിറകിനടിയിൽ ഒതുക്കിപ്പിടിച്ച് ചേർത്ത് നിർത്തി നിഷ്കരുണം തള്ളാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തിരുത്തലൊക്കെ സ്വപ്നത്തിൽ മാത്രമാകും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.